السلام عليكم. الحمد لله الذي أنزل قرآنا عربيا لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഖുർആൻ പഠനത്തിനൊരൽപ്പോഴിയുടെ സബ്സിഡിയറി പ്രൊജക്റ്റായ ദുറൂസുൽ ലുഗത്തുൽ അറബിയ്യ ലിഗൈരി നാതിഖീന ബിഹ, അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ 22ാം സെഷനിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. സെഷൻ 22 യൂണിറ്റ് 17 നാം പഠിക്കുന്നത്. 22 സെഷനിടയ്ക്ക് 2-3 അല്ല അതിലധികം റിവിഷൻ നാം നടത്തിയിട്ടുണ്ട്. അതേപോലെ അതിനിടയ്ക്ക് പരീക്ഷകൾ വന്നിട്ടുണ്ട്. 2 ടെർമിനൽ എക്സാമിനേഷൻ നാം പൂർത്തീകരിച്ചു, വിജയകരമായി പൂർത്തീകരിച്ചു എന്ന് തന്നെ പറയാം. കാരണം ആ പരീക്ഷ എഴുതാൻ നിങ്ങൾ സന്നദ്ധമായി വരിക എന്ന് തന്നെ നിങ്ങൾ അതിൽ വിജയിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. കാരണം പിശാചിനെ പരാജയപ്പെടുത്തി നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്ന ഒരു ശക്തിയാണ് പിശാച്. ആ പിശാചിനെ പിന്തള്ളിക്കൊണ്ട് ഞാൻ പഠിക്കും, പരീക്ഷ എഴുതും എന്ന ദൃഢനിശ്ചയത്തോടുകൂടി മുന്നേറുക എന്നത് തന്നെയാണ് വിജയത്തിൻ്റെ ശരിയായ ലക്ഷണം. ബാക്കി മാർക്കൊക്കെ അതിൽ ഒരു പൊതു മെഷർമെന്റ് സ്കെയിൽ, പൊതുവായ ഒരു അളവുകോൽ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരുടെയും അറിവിനെ പരിശോധിക്കുകയാണ് പരീക്ഷയിലൂടെ ചെയ്യുന്നത്. ഒരാൾ പരീക്ഷയിൽ മാർക്ക് കുറച്ചു വാങ്ങി എന്നാൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് ആ വിഷയത്തിൽ ഒന്നും അറിഞ്ഞുകൂടാ എന്നോ, അല്ലെങ്കിൽ അത്രയേ അറിയൂ, അല്ലെങ്കിൽ മാർക്കിന്റെ ശതമാനം അനുസരിച്ച് അത്രയേ അറിയൂ എന്ന് അതിനർത്ഥമില്ല. അതേപോലെ തന്നെ ഇത്തരം പരീക്ഷകളിൽ 100% മാർക്ക് വാങ്ങിയത് കൊണ്ട് മാത്രം അദ്ദേഹം ഈ വിഷയത്തിൽ 100% അറിവുള്ളയാളാണ് എന്നും അതിനർത്ഥമില്ല. ആ ചോദിച്ച ചോദ്യങ്ങളിൽ അദ്ദേഹത്തിന് 100% അറിവുണ്ട് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. എന്നോടൊരു ചോദ്യം ചോദിച്ചു, ഞാനതിന് ഉത്തരം ചെയ്തില്ല, എനിക്ക് ആ ഉത്തരം അറിയില്ല എന്നാൽ അതിൻ്റെ അർത്ഥം ആ ചോദ്യത്തിന്റെ ഉത്തരം എനിക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ വിഷയത്തിൽ എനിക്ക് അത്രയേ അറിയൂ എന്നല്ല. അപ്പോ പരീക്ഷയുടെ പേപ്പർ ഇവിടെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു, നിങ്ങളുടെ ഉത്തരക്കടലാസ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു, അതിന്റെ ഇവാലുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉത്തരക്കടലാസ് ഇവിടെ കിട്ടി എന്ന വിവരം നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ലാത്തവരുടേത് കിട്ടിയില്ല എന്നും അതിന് സാരമാണ്. അതേപോലെ പരീക്ഷ എഴുതി എന്ന് മെസ്സേജ് അയച്ചവർക്കാണ് നാം മറുപടി അയച്ചിട്ടുള്ളത്, നിങ്ങളുടെ പേപ്പർ ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ന്. പരീക്ഷ എഴുതി എന്ന് അറിയിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എഴുതിയോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. ഏതായാലും 17ാമത്തെ ലെസണിലേക്ക് നാം പോവുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളത് 16 കഴിഞ്ഞാൽ ഈ 8 യൂണിറ്റുകളാണ്. ഈ 8 യൂണിറ്റുകളിൽ ഒരുപക്ഷെ ഈ ഭാഗത്ത് ഈ സെമസ്റ്ററിലെ മുഖ്യമായ പല വിഷയങ്ങളും വരാം.
അതുകൊണ്ട് നേരത്തെ പഠിച്ചതൊക്കെയും ഉണ്ടായിരിക്കെ തന്നെ പരീക്ഷയിൽ ഫുൾ മാർക്ക് വാങ്ങിയവരെ സംബന്ധിച്ചോളവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പരീക്ഷയിൽ മുഴുവൻ ഉത്തരവും കിട്ടിയ ആൾക്കാരെ സംബന്ധിച്ചോളം ഒരിക്കലും അവരെ അവഗണനാ മനോഭാവം സ്വീകരിക്കരുത്. കാരണം പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞ ആൾക്കാർ അടുത്ത പരീക്ഷയിൽ മാർക്ക് കൂടുതൽ വാങ്ങണം എന്ന മത്സരത്തിൽ മുന്നേറുകയാണ്. അപ്പോൾ ഈ പരീക്ഷയിൽ മാർക്ക് കിട്ടിയ ആൾക്ക് അടുത്ത പരീക്ഷയിൽ ഫുൾ മാർക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് അങ്ങനെ കുറഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇനിയുള്ള പാഠഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടുകൂടി തന്നെ പഠിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ പാഠങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ആവർത്തനം സ്വഭാവമായും ആവർത്തനം ശീലമായും ശീലം സ്വഭാവമായും മാറണമെന്നാണ്. അങ്ങനെയാണ് പരസ്യ കമ്പനികളൊക്കെ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു മണിക്കൂർ പ്രോഗ്രാമിനിടയിൽ അവർ 10 പ്രാവശ്യം പറയും ഈ പരിപാടിയുടെ പ്രായോജകർ ആരാണ് എന്ന്. അപ്പൊ എന്തിനാണത്? അങ്ങനെ ഒരു ടൂത്ത് പേസ്റ്റിന്റെ പരസ്യം ഒരു മണിക്കൂറിനിടയ്ക്ക് 4 പ്രാവശ്യം കേട്ട ആളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ദിവസം അയാൾ ടൂത്ത് പേസ്റ്റ് അല്ല ചോദിക്കുക, അതിന്റെ ബ്രാൻഡ് നെയിം ആയിരിക്കും ചോദിക്കുക. ഇപ്പൊ നമുക്കറിയാം, നിങ്ങൾ വാഷിംഗ് പൗഡർ ആരും ചോദിക്കാറില്ല, വാഷിംഗ് സോപ്പ് ചോദിക്കാറില്ല, ടോയ്ലറ്റ് സോപ്പ് ചോദിക്കാറില്ല, ടൂത്ത് പേസ്റ്റ് ചോദിക്കാറില്ല. മറിച്ച് അതിന്റെ ബ്രാൻഡ് നെയിമാണ് ചോദിക്കുന്നത്. അതെന്തുകൊണ്ട് ചോദിക്കുന്നു എന്ന് ചോദിച്ചാൽ, പല പ്രാവശ്യം അതിന്റെ പരസ്യം കേട്ട് കണ്ട് നമ്മൾ ശീലിച്ചു പോയി പിന്നീട് ആ പേരാണ് ചോദിക്കുന്നത്. അപ്പൊ കുറേയേറെ സംഗതികൾ നാം പഠിച്ചു കഴിഞ്ഞു. അവസാനം നാം പഠിച്ചത് പൊസസീവ്നെസ് ആണ്. ഇൻഡെ ഉഡെ എന്നൊക്കെ പറയുന്ന ആ അർത്ഥം. അതേപോലെ കസ്റ് വരുത്തുന്ന പദങ്ങൾ പഠിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ നാം പഠിച്ചു. പഠിച്ച കാര്യങ്ങൾ ഓരോ ലെസന്റെയും കൺസെപ്റ്റ് നിങ്ങൾ സമ്മറി തയ്യാറാക്കണം. എങ്കിൽ മാത്രമേ അത് ഓർമ്മിച്ച് വയ്ക്കാൻ കഴിയൂ. യൂണിറ്റ് 17 അദ്ദർസു സാബിഅ അശർ. അദ്ദർസു അസ്സാബിഅ അശറ. റഖം വാഹിദ്. അബ്വാബുൽ മസ്ജിദി മഫ്തൂഹത്തുൻ. റഖം വാഹിദ്. റഖം എന്ന് പറഞ്ഞാൽ നമ്പർ 1. റഖം വാഹിദ്. അബ്വാബുൽ മസ്ജിദി മഫ്തൂഹത്തുൻ. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നാം മുമ്പ് വിശേഷണം പഠിച്ചിട്ടുണ്ട്. ആ വിശേഷണം പഠിക്കുമ്പോൾ നാം പ്രത്യേകം പറഞ്ഞിരുന്നു, ഒരു നാമം, ആ നാമത്തിന്റെ ഒരു നാമവും ആ നാമത്തിന്റെ വിശേഷണവും തമ്മിൽ കോമ്പിനേഷൻ ഉണ്ടായിരിക്കണം, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം, എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. എന്താണ് ആ മ്യൂച്വൽ എഗ്രിമെന്റ് എന്ന് പറയുന്നത്? 4 കാര്യങ്ങളിൽ അത് ഒത്തുവരണം. ഇപ്പൊ ഇവിടെ അബ്വാബിനെ കുറിച്ചും അബ്വാബിനെ കുറിച്ച് മഫ്തൂഹത്താണെന്നാണ് പറയുന്നത്. അൽ വലദുൽ ജാലിസു എന്ന് പറഞ്ഞു. അൽ വലദുൽ ജാലിസു, ഇരിക്കുന്നവനായ കുട്ടി. അപ്പോൾ അൽ വലദു എന്ന് പറഞ്ഞതിന്റെ വിശേഷണമാണ് അൽ ജാലിസു. അപ്പൊ അൽ വലദില് അല്ലുണ്ട്, അൽ ജാലിസിലും അല്ലുണ്ട്. അൽ വലദു എന്നത് ഏകവചനമാണ്, അൽ ജാലിസു എന്നത് ഏകവചനമാണ്. അതേപോലെ അൽ വലദു എന്നത് പുല്ലിംഗമാണ്, അൽ ജാലിസു എന്നത് പുല്ലിംഗമാണ്. അൽ വലദു എന്നതിന്റെ അവസാനം ലമ്മാണ്, അൽ ജാലിസു എന്നതിന്റെ അവസാനം ലമ്മാണ്. ഈ 4 കാര്യങ്ങളിൽ ഇത് യോജിച്ചു വരണം. അഥവാ നമ്പർ, ജെൻഡർ, സ്പെസിഫിക് ഓർ അൺസ്പെസിഫിക്, നാമത്തിന്റെ അവസാനം, നാമാന്ത്യത്തിന്റെ അടയാളം, നാമാന്ത്യത്തിലെ അടയാളം, ഈ 4 കാര്യങ്ങൾ യോജിച്ചു വരണം. അപ്പൊ അൽ വലദു അൽ ജാലിസു എന്ന് പറഞ്ഞപ്പോൾ അത് പുല്ലിംഗമായിരുന്നു, അതിൽ യോജിച്ചു വന്നു. ഏകവചനമായിരുന്നു, അതിൽ യോജിച്ചു വന്നു. അതേപോലെ സ്പെസിഫിക് ആയിരുന്നു, അതിലും യോജിച്ചു വന്നു. അതേപോലെ അതിന്റെ അവസാനം ലമ്മായിരുന്നു, അതിലും യോജിച്ചു വന്നു. 4 കാര്യങ്ങളിൽ യോജിപ്പുണ്ട്. അപ്പൊ ഇവിടെ നോക്കുക, അബ്വാബുൽ മസ്ജിദി മഫ്തൂഹത്തുൻ. അപ്പൊ അബ്വാബുൽ മസ്ജിദിനെ കുറിച്ചാണ് പറയുന്നത്. അബ്വാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്വാബുൽ മസ്ജിദി, മസ്ജിദിന്റെ ബാബുകൾ അല്ലെങ്കിൽ കവാടങ്ങൾ. അബ്വാബ് എന്ന് പറഞ്ഞപ്പോ അത് ബഹുവചനമാണ്. അബ്വാബുൽ മസ്ജിദി, മസ്ജിദിന്റെ വാതിലുകൾ. ആ അബ്വാബുൽ മസ്ജിദിനെ കുറിച്ച് എന്ത് പറഞ്ഞു? മഫ്തൂഹത്തുൻ എന്ന ഏകവചനമാണ് അതിന്റെ വിശേഷണമായിട്ട് ഉപയോഗിച്ചത്.
എന്ന് തന്നെയല്ല, അബുവാബ് എന്നത് നമ്മൾ നോക്കിയാൽ പുല്ലിംഗമാണ്, പക്ഷേ മഫ്തൂഹത്തിന് സ്ത്രീലിംഗമാണ്. അപ്പോ അത് ശ്രദ്ധിക്കുക. ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതെന്തുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചാൽ അനുവദനീയമായി എന്നത് ഇനി പറയും. ലിമൻ ഹാദിഹിൽ റഖമസാനി ഔ റഖം ഇസ്നൈൻ ലിമൻ ഹാദിഹിൽ ബുയൂത്തു അൽ ജദീദത്തു. ലിമൻ ഹാദിഹിൽ ബുയൂത്തു. ബുയൂത്ത് എന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ബൈത്ത് പുല്ലിംഗമാണ്, അതിന്റെ ബഹുവചനമാണ് ബുയൂത്ത്. ബയൂത്ത് പുല്ലിംഗം, അതിന്റെ ബഹുവചനം ബുയൂത്ത്. പക്ഷേ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഏത് പദം ഉപയോഗിച്ചു? ഹാദിഹി എന്ന സ്ത്രീലിംഗ പദം ഉപയോഗിച്ചു. മാത്രമല്ല അൽ ബുയൂത്തു എന്ന പുല്ലിംഗത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി അൽ ജദീദത്തു എന്ന ഏകവചനം ഉപയോഗിച്ചു. തന്നെയല്ല, അത് സ്ത്രീലിംഗവുമാണ്. അപ്പോ പുല്ലിംഗ ബഹുവചനത്തിന് വേണ്ടി എന്തുപയോഗിച്ചു? വിശേഷണമായി സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിച്ചു. ലിമൻ ഹാദിഹിൽ ബുയൂത്തുൽ ജദീദത്തു. ഈ പുതിയ വീടുകൾ ആർക്കുള്ളതാണ്? ഹിയ ലി മുദീരി ശരിക്കത്തി. ഹിയ. അപ്പൊ അവ എന്ന് പറയാൻ വേണ്ടി എന്ത് ചെയ്തു? ഹിയ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഹിയ എന്ന വാക്ക് സ്ത്രീലിംഗമാണ്, ഏകവചനവുമാണ്. അപ്പൊ ബൈത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഹാദിഹി ഉപയോഗിച്ചു, അതേപോലെ ഹിയ എന്നും ഉപയോഗിച്ചു. ഇത് മുദീരി ശരിക്ക, അത് കമ്പനി മാനേജർക്കുള്ളതാണ്. അൻ-നുജൂമു ജമീലത്തുൻ. ഇവിടെ നുജൂമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നുജൂം എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ. അൻ-നുജൂമു നക്ഷത്രങ്ങൾ, ജമീലത്തുൻ ഭംഗിയുള്ളവയാണ്. ഇപ്പൊ നുജൂമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? നുജൂമ് പുല്ലിംഗ ബഹുവചനമാണ്. അല്ല, നുജൂമു ഇതൻ നുജൂം ഇൻകദറത്ത്, അപ്പോ സ്ത്രീലിംഗമാണ്. ഇതൻ നുജൂമു വന്നജ്മു. അപ്പോ അതിനെ ഉപയോഗിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ജമീലത്തുൻ എന്ന സ്ത്രീലിംഗമാണ് ഉപയോഗിച്ചത്. നുജൂമു എന്നത് എന്താണ്? ബഹുവചനമാണ്. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു? ജമീലത്തുൻ എന്ന സ്ത്രീലിംഗ പദം ഉപയോഗിച്ചു. ഹാദിഹി ദുറൂസു. ഈ ഹാദിഹി ദുറൂസു, ഈ പാഠങ്ങൾ, സഹലത്തുൻ. സഹലത്തുൻ. അപ്പൊ ദുറൂസ് എന്ന ബഹുവചനത്തെ സൂചിപ്പിക്കാൻ വേണ്ടി എന്ത് വാക്ക് ഉപയോഗിച്ചു? ഹാദിഹി എന്ന ഏകവചനം ഉപയോഗിച്ചു. ഹാദിഹി ദുറൂസു. പിന്നീട് അതിനെക്കുറിച്ച് പറയാൻ സഹലത്തിൻ എന്ന സ്ത്രീലിംഗ പദമാണ് ഉപയോഗിച്ചത്. ഫിൽ ഹിന്ദി ലുഗാത്തുൻ കസീറത്തുൻ. ഫിൽ ഹിന്ദി, ഇന്ത്യയിൽ, ഫിൽ ഹിന്ദി ഇന്ത്യയിൽ, ലുഗാത്തുൻ കസീറത്തുൻ. ലുഗത്തുൻ എന്നതിന്റെ ബഹുവചനമാണ് ലുഗാത്തുൻ. ആ ബഹുവചനത്തെ സൂചിപ്പിക്കാൻ വേണ്ടി കസീറത്തുൻ എന്ന സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിച്ചു. അയിനൽ കിതാബുൽ ജദീദത്തു, അയിനൽ കുത്തുബുൽ ജദീദത്തു, അയിന അൽ കുത്തുബു. കുത്തുബ് കിതാബ് പുല്ലിംഗമാണ്, പക്ഷേ അതിന്റെ ബഹുവചനം എന്നപ്പോൾ അൽ കുത്തുബ് എന്ന് പറയുകയും അതിന്റെ വിശേഷണം അൽ ജദീദത്തു എന്ന് പറയുകയും ചെയ്തു. ഏകവചനമാണ്, സ്ത്രീലിംഗമാണ്. അൽ കുത്തുബുൽ ജദീദത്തു. അയിനൽ കുത്തുബുൽ ജദീദത്തു എന്ന് ചോദിച്ചപ്പോൾ ഹിയ ഫിൽ മക്തബത്തി, അത് ലൈബ്രറിയിലാണ്, അല്ലെങ്കിൽ അവ ലൈബ്രറിയിലാണ്. അപ്പോ കുത്തുബിനെ ഉപയോഗിക്കാൻ വേണ്ടി, കുത്തുബിനെ സൂചിപ്പിക്കാൻ വേണ്ടി എന്ത് വന്നു? ഹിയ ഉപയോഗിച്ചു. ഫിൽ മക്തബത്തി, അത് ലൈബ്രറിയിലാണ്. തിൽക സുറുറു മക്സൂറത്തുൻ. തിൽക സുറുറു, ആ കസേര, ആ കട്ടിലുകൾ, മക്സൂറത്തുൻ പൊട്ടിയവയാണ്. സുറൂർ എന്ന ബഹുവചനത്തെ സൂചിപ്പിക്കാൻ വേണ്ടി തിൽക്ക ഉപയോഗിച്ചു. മാത്രമല്ല മക്സൂറത്തുൻ എന്ന സ്ത്രീലിംഗ പദം ഉപയോഗിക്കുകയും ചെയ്തു. തിൽക്ക സുറൂർ മക്സൂറത്തുൻ. അസ്സാഅത്തുൽ യാബാനിയത്തു റഖീസത്തുൻ. അസ്സാഅത്തുൽ യാബാനിയത്തു. അസ്സാഅത്തു വാച്ച്, അൽ യാബാനിയത്തു ജപ്പാൻ നിർമ്മിതമായ. അപ്പൊ സാഅത്ത് എന്ന സ്ത്രീലിംഗ ഏകവചനത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി എന്ത് പദം ഉപയോഗിച്ചു?
സ്ത്രീലിംഗ ഏകവചനം തന്നെ ഉപയോഗിച്ചു. അൽ യബാനിയത്തു എന്നും അതേപോലെ റഖീസത്തുൻ, റഖീസത്ത് എന്ന് പറഞ്ഞാൽ ചീപ്പ്, യബാനിയത്ത് എന്ന് പറഞ്ഞാൽ ജപ്പാൻ നിർമ്മിതമായ വാച്ച് റഖീസത്തുൻ ചീപ്പാണ്, വില കുറഞ്ഞത്. ഹാദിഹിൽ ഹുമറു ലിൽ ഫല്ലാഹ്, ഹാദിഹിൽ ഹുമർ ഈ കഴുതകൾ, അൽ ഹമീറു, ഹമീറാണ് അതിന്റെ ഏകവചനം, അൽ ഹുമറു ഈ കഴുതകൾ കർഷകനുള്ളതാണ്. അപ്പോൾ കഴുതകൾ എന്ന പദത്തെ ഉപയോഗിക്കാൻ വേണ്ടി, സൂചിപ്പിക്കാൻ വേണ്ടി എന്ത് ഉപയോഗിച്ചു? ഹാദിഹി എന്ന സ്ത്രീലിംഗം ഉപയോഗിച്ചു. ഹുമർ എന്ന് പറഞ്ഞപ്പോൾ ഹിമാറുകൾ, കഴുതകൾ. ലിൽ ഫല്ലാഹ് കർഷകനുള്ളതാണ്. ഐന കുതുബുകുന്ന യാ അഖവാത്ത്, ഐന കുതുബുകുന്ന യാ അഖവാത്ത്, സഹോദരിമാരെ, യാ അഖവാത്ത് വഖ്തിന്റെ ബഹുവചനമാണ് അഖവാത്ത്. യാ അഖവാത്ത് സഹോദരിമാരെ, ഐന കുതുബുകുന്ന, കുതുബുൻ പുസ്തകം, കുതുബുക്ക നിന്റെ പുസ്തകം, കുതുബുക്കും നിങ്ങളുടെ പുസ്തകം, കുതുബുകുന്ന നിങ്ങൾ സ്ത്രീകളുടെ പുസ്തകം. ഐന കുതുബുകുന്ന യാ അഖവാത്ത് സഹോദരിമാരെ നിങ്ങളുടെ പുസ്തകം എവിടെ? ഹിയ ഫിൽ ഫസ്ൽ അവ ക്ലാസ്സിലാണ്. അപ്പൊ കുത്തുബ് എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഹിയ എന്ന വാക്ക് ഉപയോഗിച്ചു. ആദിഹി കുത്തുബി വതിൽക കുത്തുബു അഖ്തി, ആദിഹി കുത്തുബി. അപ്പോ കുത്തുബ് എന്ന ബഹുവചനത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ആദിഹിയാണ് ഉപയോഗിച്ചത്. വതിൽക കുത്തുബു അഖ്തി, അപ്പോ കുത്തുബിനെ എന്ന ബഹുവചനത്തെ ഉപയോഗിക്കാൻ വേണ്ടി തിൽക എന്ന സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിച്ചു. തിൽക കുതുബ് ഉഖ്തി, അത് എന്റെ സഹോദരിയുടെ പുസ്തകമാണ്. ഹാദിഹി മകാതിബു തുല്ലാബി, ഹാദിഹി മകാതിബു തുല്ലാബി, ഇത് മകാതിബ് ടേബിളുകളാണ്. അത്തുല്ലാബ് സ്റ്റുഡൻസിന്റെ, ഇത് സ്റ്റുഡൻസിന്റെ ടേബിളാണ്. മക്കാത്തിബ്, മക്തബുൻ ജംഅ് മക്കാത്തിബ്, മക്തബിന്റെ ബഹുവചനമാണ് മക്കാത്തിബ്. في هذا الشارع فنادق كثيرة, في هذا الشارع ഈ സ്ട്രീറ്റിൽ فنادق كثيرة ധാരാളം ഹോട്ടലുകളുണ്ട്. ഫുന്ദുക്കിന്റെ ബഹുവചനമാണ് ഫനാദിഖ്. ഫുന്ദുക്ക് എന്ന് പറഞ്ഞാൽ താമസിക്കാനുള്ള സ്ഥലം, ലോഡ്ജ് എന്ന് നമ്മൾ പറയുന്ന അർത്ഥത്തിലാണ് ഫുന്ദുക്ക് ഉപയോഗിക്കുന്നത്. في هذا الشارع ഈ സ്ട്രീറ്റിൽ فنادق كبيرة വലിയ റെസ്റ്റോറന്റുകൾ ഉണ്ട്. അപ്പൊ ഫനാദിഖിന് എന്ന ബഹുവചനത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി കബീറത്തുൻ എന്ന സ്ത്രീലിംഗ ഏകവചനമാണ് ഉപയോഗിച്ചത്. ഓക്കെ, ഈ പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇവിടെ മൈക്രോഫോൺ കോമൺ ആയിട്ട് ഞാൻ ഓൺ ചെയ്യാണ്. ആരുടെയെങ്കിലും മൈക്രോഫോൺ ഓൺ അല്ലാതെ കണ്ടാൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, അത് ഓൺ ആയിട്ടില്ല എന്ന്. ഇൻഡിവിജ്വലായിട്ടും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഓൺ ചെയ്യുന്നുണ്ട്. വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഇതിന്റെ അകത്ത് ഞാൻ അൻഷാദ് ഉസ്താദെ, അപ്പൊ അതിന്റെ അകത്ത് ഈ പ്ലൂറൽ വരുമ്പം സ്ത്രീലിംഗ ഏകവചനം എന്ന് പറഞ്ഞു, പ്ലൂറൽ ഫെമിനിനോ അല്ലെങ്കിൽ മെയിലോ രണ്ടിലാണെങ്കിലും സ്ത്രീലിംഗ ഏകവചനമാണ് ഉപയോഗിക്കേണ്ടത്. ചെറിയൊരു വിശദീകരണം ബാക്കിയുണ്ട്, അത് പറയാൻ ഞാൻ. ഓക്കെ. വേറെ ഒരു ഭാഗം കൂടി വിശദീകരിക്കാനുണ്ട് അതില്. അത് എക്സസൈസ് വരുമ്പോൾ വിശദീകരിക്കുമെന്ന് വിചാരിക്കാം. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ ശരിയാണ്. വേറെ ഓക്കെ, ഇപ്പൊ എല്ലാവരുടെയും മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട് മാനുവലായിട്ട്. ഓക്കെ, ഇവിടെ പ്രസക്തമായൊരു ചോദ്യമാണ് ചോദിച്ചത്. അത് എക്സസൈസ് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. അജിബ് അനിൽ അസ്ഇലത്തിലാത്തിയ എക്സസൈസ്, അതായത് നമുക്ക് ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടെ നോക്കാം. ഇവിടെ ബഹുവചനമായിട്ട് ഉപയോഗിച്ചത് ഒന്നാമത് അബ്വാബുൽ മസ്ജിദ്. അബ്വാബ് എന്ന് പറഞ്ഞത് മനുഷ്യന്മാരെ കുറിച്ചല്ല എന്ന് മനസ്സിലാക്കണം. മനുഷ്യന്മാരല്ല,
അബുവാബ് എന്നത് മനുഷ്യന്മാരല്ല. അതേപോലെ അബുവാബിനെ കുറിച്ചാണ് ആ ബഹുവചനത്തിന് ആ മനുഷ്യന്മാരല്ലാത്തതാണ് ബഹുവചനത്തെ കുറിച്ച് മഫ്തൂഹത്തുൻ എന്ന ഏകവചനം ഉപയോഗിച്ചത്, സ്ത്രീലിംഗ ഏകവചനം. അതേപോലെ ലിമൻ ഹാദിഹിൽ ബുയൂത്ത് എന്ന് പറഞ്ഞപ്പോൾ ബുയൂത്തും മനുഷ്യന്മാരല്ല, അതിനെക്കുറിച്ചും സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിച്ചു. നുജൂമു ജമീലത്തുൻ, നുജൂം എന്തല്ല, മനുഷ്യന്മാരല്ല. ഹാദിഹി ദുറൂസു എന്ന് പറഞ്ഞപ്പോൾ ദുറൂസും എന്തല്ല, മനുഷ്യന്മാരല്ല. ദുറൂസിനെ കുറിച്ച് സഹലത്തുൻ എന്നാണ് പറഞ്ഞത്. ഫിൽ ഹിന്ദി ലുഗാത്തുൻ എന്ന് പറഞ്ഞു, അവിടെയും മനുഷ്യന്മാരല്ല. അതിനെക്കുറിച്ച് ലുഗാത്തിന് കസീറത്തൻ സ്ത്രീലിംഗ ഏകവചനമാണ് ഉപയോഗിച്ചത്. അയിന അൽ കുത്തുബുൽ ജദീദത്തു എന്ന് പറയും. കുത്തുബ് എന്തല്ല, മനുഷ്യന്മാരല്ല. അൽ ജദീദത്തു എന്നാണ് സ്ത്രീലിംഗ ഏകവചനമാണ് ഉപയോഗിച്ചത്. അതേപോലെ തിൽക്ക സുറുറു, പുരുഷ സുറു കട്ടിലുകൾ, മനുഷ്യന്മാരല്ല. അസ്സാഅത്തു യാബാനിയത്തു റഖീസത്തുൻ, അവിടെ ഇത് പിന്നെ സാഅത്ത് എന്നാണ് സ്ത്രീലിംഗമാണ്. അൽ യാബാനിയത്തു സാഅത്തുൽ യാബാനിയത്തു റഖീസത്തുൻ. അപ്പോൾ സ്ത്രീലിംഗത്തെ കുറിച്ച് സ്ത്രീലിംഗം തന്നെ ഉപയോഗിച്ചു. അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല, വേറെ പ്രത്യേകിച്ച് വിശദീകരണമൊന്നുമില്ല. സ്ത്രീലിംഗ ഏകവചനത്തിന് സ്ത്രീലിംഗ ഏകവചനം തന്നെയാണ്. ആദിഹൽ ഹുമറു, ഹുമർ ഹമീറിന്റെ ബഹുജനം ഹുമർ, ഹുമറും എന്തല്ല, മനുഷ്യന്മാരല്ല. അതിനെക്കുറിച്ച് ഹാദിഹി എന്ന സ്ത്രീലിംഗ ഏകവചനമാണ് ഉപയോഗിച്ചത്. അയിന കുത്തുബു കുന്ന യ അഹവാത്ത്, കുത്തുബുക്കുന്ന, അപ്പോൾ നിങ്ങളുടെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഹിയ ആണ് അതിനെക്കുറിച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അവ എന്ന് പറയാൻ വേണ്ടി സ്ത്രീലിംഗ ഏകവചനമാണ് ഉപയോഗിച്ചത്. ഹാദിഹി കുത്തുബി, അവിടെയും കുത്തുബ് മനുഷ്യന്മാരല്ല, അതിനെ ഉപയോഗിക്കാൻ ഹാദിഹി ഉപയോഗിച്ചു. തിൽക്ക കുത്തുബു, അവിടെയും തിൽക്കയും എന്തല്ല, കുത്തുബ് എന്തല്ല, രണ്ടാമത് കുത്തുബ് വന്നു, അവിടെയും മനുഷ്യന്മാരല്ല. ഹാദിഹി മക്കാത്തിബു തുല്ലാബി, ഇവിടെ ആരെ കുറിച്ചാണ് പറയുന്നത്, മക്കാത്തിബിനെ കുറിച്ചാണ് പറയുന്നത്. മക്കാത്തിബും മനുഷ്യന്മാരല്ല. അപ്പൊ മനുഷ്യന്മാരല്ലാത്ത ഫനാദിഖു കബീറത്തുൻ, ഫനാദിഖിനെ കുറിച്ച് ഹോട്ടലുകളെ കുറിച്ചാണ് എന്ന് പറഞ്ഞത് കബീറത്തുൻ എന്ന സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിച്ചു. അപ്പോ ഇവിടെ ഈ ടെക്സ്റ്റിൽ പറയുന്നത് ചിന്തിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ഗ്രഹിക്കാൻ കഴിവുള്ള ആൾക്കാർ എന്ന അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. അതായത് ഇവിടെ വിശദീകരിക്കുന്നത് ഇതിന്റെ ലാസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും അത് ടെക്സ്റ്റിൽ അത് പറയുന്നവരെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ അതാണ് ഗ്രഹിക്കാൻ, അത് പൊതുവിൽ മനസ്സിലാക്കേണ്ടത്, മനുഷ്യന്മാരല്ലാത്ത വസ്തുക്കളെ കുറിച്ചോ മൃഗങ്ങളെ കുറിച്ചോ ജീവികളെ കുറിച്ചോ പരാമർശിക്കുമ്പോൾ അവ ബഹുവചനം, ഏത് തരത്തിലുള്ള ബഹുവചനമാണെങ്കിലും അതിനെന്ത് ചെയ്യാം, ഏത് തരത്തിലുള്ളതെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരാകാം, മനുഷ്യന്മാരല്ലാത്ത മൃഗങ്ങളാകാം, അതായത് ഖരപദാർത്ഥങ്ങളാകാം, ജീവനുള്ള വസ്തുക്കളാകാം, ജീവനുള്ളവയാകാം, സസ്യലതാദികളാകാം. എന്തായിരുന്നാലും അവയുടെ ബഹുവചനത്തെ സൂചിപ്പിക്കാൻ വേണ്ടി സ്ത്രീലിംഗ ഏകവചനം മതി എന്നതാണ്. നോക്കുക. അജിബ് അനിൽ അസ്ലത്തിൽ ആറ്റിയ ഐനൽ കിതാബുൽ ജദീദത്തു ഐനൽ കുത്തുബുൽ ജദീദത്തു, ഐനൽ കുത്തുബുൽ ജദീദത്തു ആറാമത്തെ ചോദ്യമാണത് കേട്ടോ. ഐനൽ കുത്തുബുൽ ജദീദത്തു, ആ ചോദ്യമാണ് ഇവിടെ അജിബ് അൽ അസ്ലത്തിൽ ആറ്റിയ എന്ന് പറയുന്നത്. ആൻസർ ദ ഫോളോയിങ്, എന്താണ് പറഞ്ഞത്, ഹിയ ഫിൽ മക്തബത്തി. അപ്പോ കുത്തുബിനെ ഉപയോഗിക്കാൻ വേണ്ടി ഹിയ എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. ലിമൻ ഹാദിഹിൽ ബുയൂത്തുൽ കബീറത്തു, ലിമൻ ഹാദിഹിൽ ബുയൂത്തുൽ കബീറത്തു. അപ്പോ ഹിയ ലിൽ മുദീർ, ഹിയ ലിൽ മുദീർ, ഹിയ ലി മുദീർ ശരിക്ക. കബീറത്ത് എന്നാണ് ചോദ്യം, പാഠപുസ്തകത്തിൽ ബുയൂത്തുൽ ജദീദത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഉത്തരം പറയുമ്പോൾ ഹിയ ഉപയോഗിക്കുക, ഹിയ ലി മുദീർ ശരിക്ക, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ആൻസർ ചെയ്യാം. റക്കം സലാസ. അബ്വാബു സയ്യാറത്തി മഫ്തൂഹത്തുൻ, അബ്വാബു സയ്യാറത്തി മഫ്തൂഹത്തുൻ. കാറിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടതാണോ, തുറന്നതാണോ?
അപ്പോ അബുവാബു സയ്യാറത്തി മഫ്തൂഹത്തുൻ. അപ്പൊ എന്ത് പറയാം നമുക്ക്? നഅം ഹിയ മഫ്തൂഹത്തുൻ. നഅം ഹിയ മഫ്തൂഹത്തുൻ. തുറന്നു കിടക്കുകയാണെങ്കിൽ അതെ, അത് തുറന്നു കിടക്കുകയാണ്, തുറന്നതാണ്. ലാ ഹിയ മുഗലഖുൻ. അല്ല, അവ അടയ്ക്കപ്പെട്ടതാണ്. ഹിയ ഉപയോഗിച്ച് പറയാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സുആൽ 4. ഐന അഖ്ലാമുൽ മുദർരിസ്. ഐന അഖ്ലാമുൽ മുദർരിസ്. അധ്യാപകന്റെ പേനകൾ എവിടെയാണ്? ഹിയ അലൽ മക്തബി. ഹിയ അലൽ മക്തബി. അവ മേശയുടെ മേലാണ്. ഐനൽ കലാം ഐനൽ കിലാബു. കിലാബ്, നായകൾ എവിടെയാണ്? ഹിയ അമാമൽ ബൈത്തി. അവ വീട്ടിന്റെ മുന്നിലാണ്. അപ്പൊ ഹിയ ആണ് ഉപയോഗിക്കേണ്ടത് അവിടെ. റഖം 6. ഐനൽ ഹമീറു. ഐനൽ ഹമീറു. അപ്പോ ഏകവചനമാണ്. ഹമീർ കഴുത എന്താണ്? പുല്ലിംഗമാണത്. ഹമീർ. അപ്പൊ എന്ത് ചെയ്യണം? ഹുവ വറാ അൽ ബൈത്തി. അത് വീട്ടിന്റെ പിന്നിലുണ്ട്. ഐന കിതാബുക യാ മറിയം. ഐന കിതാബുക യാ മറിയം. അല്ല, കിതാബല്ല. ഐന കുതുബുക യാ മറിയം. മറിയമേ, നിന്റെ പുസ്തകം എവിടെ? ഹിയ തഹ്തൽ. നമ്മൾ തഹ്ത പഠിച്ചല്ലോ. ഹിയ തഹ്തൽ മക്തബി. അത് മേശയുടെ ചുവടെയാണ്. ഐന ദഫാത്തിറു തുല്ലാബി. ഐന ദഫാത്തിറു തുല്ലാബി. ദഫ്തറിന്റെ ബഹുജനമാണ് ദഫാത്തിർ. ഐന ദഫാത്തിറു തുല്ലാബി. കുട്ടികളുടെ സ്റ്റുഡൻസിന്റെ നോട്ട്ബുക്കുകൾ എവിടെയാണ്? ഹിയ തഹ്തൽ മക്തബി. അത് ടേബിളിന്റെ ചുവടെയാണ്. അല്ലെങ്കിൽ ഹിയ അലൽ മക്തബി. അവ മേശയുടെ മുകളിലാണ്. ഐന ഫനാജഖു സഗീറതു. ഐന ഫനാജഖു സഗീറതു. ഹിയ എന്താ പറയേണ്ടത്? ഐനൽ ഫനാജഖു സഗീറതു. ചെറിയ ഹോട്ടലുകൾ എവിടെയാണ്? ഹിയ ലിൽ ഖറിയത്തി. അവ ഗ്രാമത്തിലാണ്. ഹിയ ഫിൽ ഖറിയത്തി. അവ ഗ്രാമത്തിലാണ്. റഖം 10. ലിമൻ ഹാദിഹിൽ അഖ്ലാമുൽ ജദീദതു. ലിമൻ ഹാദിഹിൽ അഖ്ലാമുൽ ജദീദതു. ഹിയ ലി ഹാമിദിൻ. അത് ഹാമിദിനുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യാം? ഇവിടെ എല്ലാം ഹിയ ചേർത്തിട്ടാണ് ഉത്തരം പറയാൻ പറ്റുന്നത്. തംരീൻ എക്സസൈസ് റഖം 2. ഹവ്വിൽ മുബ്തദഅ ഫീ കുല്ലി മിനൽ ജുമലിൽ ആതിയതി ഇലാ ജംഇൻ. ചുവടെ കൊടുത്തിരിക്കുന്ന എല്ലാ വാക്യങ്ങളുടെയും പ്രാഥമിക ഭാഗം അല്ലെങ്കിൽ പ്രഥമ ഭാഗം ബഹുവചനത്തിലേക്ക് മാറ്റുക. മിസാൽ, ഉദാഹരണം: അൽ ബാബു മഫ്തൂഹുൻ. അൽ അബ്വാബു മഫ്തൂഹത്തുൻ. ഇത് നിങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ശീലിക്കണം. ഹാദാ ഖലമുൻ ജദീദുൻ. ഹാദിഹി അഖ്ലാമുൻ ജദീദത്തുൻ. അന്നജ്മു ജമീലുൻ. അന്നുജൂമു ജമീലത്തുൻ. ذلك كتاب قديم. تلك كتب قديمة. ذلك البيت جميل. تلك البيوت جميلة. هذه الدرس سهل. لا، هذا الدرس سهل. هذه الدروس سهلة. ذلك الجبل بعيد. تلك الجبال بعيدة. تلك الجبال بعيدة. ഇനി ഏഴാമത്തെ ഉത്തരം ഒരാൾ പറയും. ഹാദൽ മക്തബു മക്സൂറൻ. ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? വേഗം പറയും. ഹാദൽ മക്തബു മക്സൂറൻ. മക്തബിന് പകരം മക്കാത്തിബ് ചേർത്താൽ എന്ത് വരും? ആർക്കറിയാം? ഹാദിഹിൽ മക്കാത്തിബു മക്സൂറത്തുൻ.
ما شاء الله ما شاء الله. هذه المكاتب مكسورة. رقم 8 هذا مسجد جميل. ആർക്ക് പറയാം? هذه مساجد جميلة. هذه مساجد جميلة. مسجدിന്റെ ബഹുവചനം മസാജിദു. رقم 9 هذه ساعة رخيصة. അതിനെന്ത് ചെയ്യണം? ഇവിടെ ഹാദിഹി സാഅത്ത് സ്ത്രീലിംഗമായതുകൊണ്ട്, ഒറിജിനലി സ്ത്രീലിംഗമായതുകൊണ്ട് ഹാദിഹി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ബഹുവചനം പറയുമ്പോൾ എന്ത് ചെയ്യണം? ഹാദിഹി സഅത്തുൻ റഖീസത്തുൻ. അപ്പൊ അവിടെ എന്ത് ചെയ്യാം? ബഹുവചനത്തിന് ഹാദിഹി തന്നെ ഉപയോഗിക്കാം, റഖീസത്തുൻ എന്ന സ്ത്രീ ഏകവചനം തന്നെ ഉപയോഗിക്കാം. റഖം 10 തിൽക ത്വായിറത്തു കബീറത്തുൻ. തിരുത്തി പറയാ. തിൽക ത്വായിറത്തു കബീറത്തുൻ. തിൽക ത്വായിറാത്തു കബീറത്തുൻ. അപ്പൊ ബഹുവചനം വരുമ്പോഴും തിൽക തന്നെയാണ് വരുന്നത്. ഹാദാ ത്വാലിബുൻ ജദീദുൻ. ഹാദാ ത്വാലിബു ജദീദുൻ. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശ്രദ്ധിച്ചില്ല. താലിബ് മനുഷ്യനാണോ, മൃഗമാണോ, ചെടിയാണോ, അല്ല ഖരപദാർത്ഥമാണോ? അവിടെ എന്ത് ചെയ്യണം? ഹഉലാഇ വേണം. തുല്ലാബുൻ ജുദുദുൻ. ഹാദിഹി ല ഹഉലാഇ തുല്ലാബുൻ ജുദുദുൻ. ഇവർ പുതിയ സ്റ്റുഡൻസ് ആണ്. ذلك الرجل عالم كبير. എങ്ങനെ പറയാം? ذلكയുടെ ബഹുവചനം ഉലൈക. റജുലിന്റെ ബഹുവചനം ഉലൈക റിജാലു. അൽ വന്നാൽ ഉൻ വേണ്ട. ഉലൈക റിജാലു. ആലിമിന്റെ പറഞ്ഞാളുടെ പേരെന്താണ്? അൻഷാദ്. ഓക്കെ. ഉലൈക റിജാലു ഉലമാഉൻ കിബാറുൻ. ഉലമാഉൻ കിബാറുൻ. റഖം 13 അല്ലെങ്കിൽ 13. അസാലിസു അശർ 13ാമത്തെ എന്നും പറയാം. സലാസത്തു അശർ 13 എന്ന് പറയാം. ഹാദ നെഹ്റു കബീറുൻ. ഹാദ നെഹ്റു. നെഹ്ർ എന്താണ്? നദി. എന്ത് ചെയ്യണം? ഹാദിഹിൽ അൻഹാറു. ഹാദിഹിൽ അൻഹാറു കബീറത്തുൻ. ഹാദിഹിൽ അൻഹാറു കബീറത്തുൻ. قال الله تعالى وهذه الأنهار تجري من تحتي. وهذه الأنهار تجري من تحتي. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് ഈ നദികൾ. അതായത് ഫിർഔന്റെ വാക്കുകളിലൂടെയാണ് പറഞ്ഞത് കേട്ടോ. ഫിർഔന്റെ അഹങ്കാരത്തിന്റെ ഉദാഹരണം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഫിർഔൻ പറഞ്ഞതാണ് ഈ നദികളെല്ലാം എന്റെ കീഴിലല്ലേ ഒഴുകുന്നത് എന്ന് പറഞ്ഞു. അപ്പോ അതെന്താ പറഞ്ഞത്? ഹാദിഹി എന്ന വാക്കാണ്. ഹാദിഹിൽ അൻഹാറു. ബഹുവചനം ത്തിന് ആണെങ്കിലും ഹാദിഹി എന്ന വാക്കാണ് ഉപയോഗിച്ചത്. സ്ത്രീലിംഗ ഏകവചനമാണ് ഉപയോഗിച്ചത്. ഹാദിഹിൽ അൻഹാറു തജ്രി എന്ന സ്ത്രീലിംഗ ഏകവചന ക്രിയാരൂപമാണ് ഉപയോഗിച്ചത്. തജ്രി മീൻ തഹ്തി. അപ്പോൾ ഹാദിഹിൽ അൻഹാറു കബീറത്തുൻ. അടുത്ത് തംരീൻ റഖം 3. ളഅ ഫിൽ അമാകിനിൽ ഖാലിയതി ഫീമാ യലി അഖ്ബാറൻ മുനാസിബത്തൻ. അഖ്ബാർ എന്ന് പറഞ്ഞാൽ നേരത്തെ മുബത്തദ എന്ന് പറഞ്ഞു. പ്രഥമ ഭാഗം, സെന്റൻസിന്റെ പ്രഥമ ഭാഗമാണ് നേരത്തെ മുബത്തദ എന്ന് പറഞ്ഞത്. ഇവിടെ പറയുന്നത് കൺക്ലൂഷൻ ഭാഗം. അഖ്ബാർ എന്ന് പറഞ്ഞാൽ കൺക്ലൂഷൻ പോർഷൻ എന്നാണ്. അഖ്ബാർ എന്ന് പറഞ്ഞാൽ ന്യൂസ് എന്നാണ്. പക്ഷേ സെന്റൻസ്, നോമിനൽ സെന്റൻസിന് 2 പാർട്ടുണ്ട്. ഒന്ന് മുബത്തദ ബിഗിനിങ് പാർട്ട്, രണ്ടാമത്തേത് ഖബർ അതിന്റെ കൺക്ലൂഷൻ പാർട്ട് എന്നാണ് നമുക്ക്
ശരിക്കും ഗ്രമറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. അഖ്ബാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രമറ്റിക്കലി കൺക്ലൂഷൻ പാർട്സ് എന്നാണ് അർത്ഥം. അപ്പോ എന്ത് ചെയ്യുക, ഉചിതമായ മുനാസബത്തൻ ഉചിതമായ പദം കൊണ്ട് എന്ത് ചെയ്യുക, അതിനെ പൂരിപ്പിക്കുക. അപ്പോ നമുക്ക് ഏതെങ്കിലും ഒരു വാക്ക് ഉപയോഗിക്കാം. അൽ ബൈത്തു, അതിനെന്ത് ചെയ്യണം, അൽ ബൈത്തു ഒരു വാക്ക് കൊടുക്കുക. അൽ ബൈത്തു ജദീദുൻ, അൽ ബൈത്തു ജദീദുൻ ഏകവചനമാണ്. അപ്പോ ഏകവചനമായ പുല്ലിംഗം കൊണ്ട് അതിനെ വിശേഷിപ്പിക്കാം. അന്നുജൂമു ജമീലത്തുൻ സ്ത്രീലിംഗ ഏകവചനം വേണം, ബഹുവചനമായതുകൊണ്ട്. അൽ ബാബു മഫ്തൂഹുൻ, അവിടെ പുല്ലിംഗ ഏകവചനം മതി. അൽ ഖലമു ജദീദുൻ, അവിടെയും പുല്ലിംഗമാണ്, പുല്ലിംഗ ഏകവചനം മതി. അൽ ബുയൂത്തു മുഗ്ലഖത്തുൻ, അടയ്ക്കപ്പെട്ടതാണ്. ഞാൻ കുറച്ചു നേരത്തേക്ക് ക്യാമറ ഓഫ് ചെയ്യാണ് കേട്ടോ, നെറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട്. അൽ ബുയൂത്തു കബീറത്തുൻ, വീടുകൾ വലിയവയാണ്. അല്ലെങ്കിൽ അൽ ബുയൂത്തു മഫ്തൂഹത്തുൻ, വീടുകൾ തുറക്കപ്പെട്ടവയാണ്. എന്ത് വേണമെങ്കിലും പറയാം, പക്ഷേ സ്ത്രീലിംഗ ഏകവചനമായിരിക്കണം. അൽ അബ്വാബു അറിയുന്ന ഒരാൾ പറയും. അൽ അബ്വാബു മഫ്തൂഹത്തുൻ സ്ത്രീലിംഗ ഏകവചനം വേണം. അസ്സയ്യാറാത്തു എന്ത് പറയാം, ജദീദത്തുൻ, ഈ കാറുകൾ അല്ലെങ്കിൽ കാറുകൾ പുതിയവയാണ്. ജദീദത്തുൻ, അപ്പോൾ സ്ത്രീലിംഗ ഏകവചനം വേണം. ഇവിടെ സ്ത്രീലിംഗ ബഹുവചനമാണ് എങ്കിൽ പോലും സ്ത്രീലിംഗ ഏകവചനം മതി. അൽ മിൻദീലു നളീഫുൻ വൃത്തിയുള്ളതാണ്. അൽ ഫനാദിഖു, പറഞ്ഞോ, അൽ ഫനാദിഖ് റെസ്റ്റോറൻറ്റ്സ്. ഖദീമത്തിൻ പഴയവയാണ്. അത്തുല്ലാബു ജുദുദുൻ, സ്റ്റുഡൻസ് പുതിയ ആൾക്കാരാണ്. ജുദുദുൻ, അപ്പോ ബഹുവചനം പുല്ലിംഗ ബഹുവചനം തന്നെ വേണം, തുല്ലാബ് മനുഷ്യന്മാരായതുകൊണ്ട്. അൽ ഖുംസാനു ഖമീസിന്റെ ബഹുവചനമാണ് ഖുംസാൻ. ഖമീസ് ഷർട്ട്, അതിന്റെ ബഹുവചനം ഖുംസാൻ. അൽ ഖുംസാനു എന്ത് ചെയ്യാം, നളീഫത്തുൻ വൃത്തിയുള്ളതാണ്. അവിടെ സ്ത്രീലിംഗ ഏകവചനം വേണം, ഖുംസാൻ ബഹുവചനമായതുകൊണ്ട്. റഖം 4 ഹാത്തി ജംഅൽ കലിമാത്തിൽ ആത്തിയ, ഈ പറയുന്ന നാമങ്ങളുടെ ബഹുവചനം പറയുക. ബാബിന്റെ ബഹുവചനം അബ്വാബുൻ. ബൈത്തുൻ ബുയൂത്തുൻ. നജ്മുൻ ഖലമുൻ ഹിമാറുൻ ഹുമുറുൻ. സരീറുൻ സുറുറുൻ. നഹ്റുൻ അൻഹാറുൻ. സയ്യാറത്തുൻ സയ്യാറാത്തുൻ. കൽബുൻ കിലാബുൻ. തായിറത്തുൻ ദർസുൻ ദുറൂസുൻ. ബഹ്റുൻ ബിഹാറുൻ. കിതാബുൻ കുതുബുൻ. ഖമീസുൻ ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. ഖുംസാനു. ദറാജത്തുൻ ദറാജാത്തുൻ. ഹഖലുൻ ഹഖൂലുൻ അറിയാമല്ലോ, ഫീൽഡ്, പാടം. ഹഖൂലുൻ. ജബലുൻ
ജിബാല്. ജിബാലും. ഇങ്ങനെ കുറെ നാള് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ബഹുവചനങ്ങൾ വായിച്ച് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് അറിയാമെങ്കിൽ തന്നെ വായിച്ച് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അറിയാവുന്നവരും അറിയാത്തവരും വായിച്ച് പ്രാക്ടീസ് ചെയ്യണം. ബാബുൻ അബുവാബുൻ ബൈത്തുൻ ബുയൂത്തുൻ നജ്മുൻ നുജൂമുൻ ഖലമുൻ അഖലാമുൻ ഹിമാറുൻ സുമുറുൻ സരീറുൻ സുറുറുൻ നഹ്റുൻ അൻഹാറുൻ സയ്യാറത്തുൻ സയ്യാറാത്തുൻ കൽബുൻ കിലാബുൻ ത്വായിറത്തുൻ ത്വായിറാത്തുൻ ദർസുൻ ദുറൂസുൻ ബഹ്റുൻ ബിഹാറുൻ കിതാബുൻ കുതുബുൻ ഖമീസുൻ ഖുംസാനു ദറാജത്തുൻ ദറാജാത്തു ദറാജാത്തുൻ ഹഖലുൻ ഹഖൂലുൻ ജബലുൻ ജിബാലുൻ. എന്താണ് എന്ന് ചോദിച്ചാൽ, എന്തിനാണ് ഈ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഏകവചനത്തിൽ നിന്നും ബഹുവചനമാക്കുന്നതിന് ഒരു ഘടനയുണ്ട്. അപ്പൊ അത് ഒരു പൊതു ഘടനയാണ്. പക്ഷെ നമ്മൾ അത് ഇന്ന ഘടനയിൽ വരുന്ന വാക്കുകളെ ഇന്ന ഘടനയിൽ ബഹുവചനം ഉണ്ടാക്കാം എന്ന് പഠിക്കുന്നില്ല. മറിച്ച് എന്ത് ചെയ്യണം, നമ്മൾ ബൈ യൂസേജ് പറഞ്ഞു വരുമ്പോൾ നമുക്ക് പുതിയൊരു ഏകവചനം കിട്ടുമ്പോൾ അതിങ്ങനെ ആയിരിക്കാം അതിന്റെ ബഹുവചനം എന്ന് നമുക്ക് കിട്ടും. അതേപോലെ ഒരു ബഹുവചനം കിട്ടുമ്പോൾ അതിന്റെ ഏകവചനം ഇങ്ങനെ ആയിരിക്കാം എന്ന് നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് കുറെ വൊക്കാബുലറി മീനിങ്ങൾ മനസ്സിലാവും. അൽ കലിമാത്തുൽ ജദീദ, ന്യൂ വേർഡ്സ്. ശരിക്കത്തു, ശരിക്കത്ത് കമ്പനി, പുതിയ വാക്കാണ്. ശരിക്കത്തു എന്ന് പറഞ്ഞാൽ കമ്പനി. ഷിർക്ക് അറിയാമല്ലോ, ഷിർക്ക് എന്ന് പറഞ്ഞാൽ കമ്പനി ചേർക്കൽ. ഷിർക്ക് എന്ന് നമ്മൾ പറയുന്ന സാധാരണഗതിയിൽ ടെക്നിക്കൽ വേർഡിൽ ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ടെർമിനോളജിയിൽ ഷിർക്ക് എന്ന് പറഞ്ഞാൽ പങ്കു ചേർക്കൽ. അള്ളാഹുവിനോട് മറ്റുള്ളവരെ പങ്കു ചേർക്കൽ. അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലോ ഗുണങ്ങളിലോ അവന്റെ നാമങ്ങളിലോ മറ്റുള്ളവരെ കഴിവുകളിലോ മറ്റുള്ളവരെ പങ്കു ചേർക്കുന്നതാണ് ഷിർക്ക് എന്ന് പറയുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ ഷിർക്ക് എന്ന് പറഞ്ഞാൽ പങ്കു ചേർക്കൽ എന്നാണ്, പാർട്ണറാക്കൽ എന്നാണ്. അപ്പോൾ അതേത് വിഷയത്തിലാകാം, ഭാഷാർത്ഥത്തിൽ. ഇപ്പൊ ഇവിടെ ശരിക്കത്ത് എന്ന് പറഞ്ഞാൽ, ശരിക്കത്തിന് എന്ന് പറഞ്ഞാൽ കമ്പനി, കുറെ ആൾക്കാർ ചേർന്ന് നടത്തുന്ന സ്ഥാപനം എന്നർത്ഥത്തിലാണ് ശരിക്കത്ത് വരുന്നത്. അതിന്റെ ബഹുവചനം ശരിക്കാത്തുൻ. മുദീറു ശരിക്ക എന്ന് പറഞ്ഞാൽ കമ്പനി മാനേജർ. റഹീസുൻ ചീപ്പ്, അതിന്റെ ബഹുവചനം അതിന്റെ വിപരീതം ഗാലിൻ. റഹീസുൻ ഗാലിൻ, ഗാലിൻ. അൽ ഖമീസു, അൽ ഖമീസു ഷെദ്ദില്ല കേട്ടോ. ഖമീസിന്റെ യാക്ക് ഷെദ് ഉണ്ടെങ്കിൽ അത് റബ്ബ് ചെയ്ത് ഖമീസു, ഖമീസ് എന്ന് പറഞ്ഞാൽ കുപ്പായം. അതിന്റെ ബഹുവചനം ഖുംസാനുൻ. ഓക്കെ, എനി മോർ ഡൗട്ട്? അടുത്ത ലെസണിലേക്ക് പോകാമോ? സർ റഹീസിന്റെ എന്നായിരുന്നു പറഞ്ഞ മീനിങ്? റഹീസ് ചീപ്പ്, എന്താ പറയാ, അതിന്റെ ബഹുവചനം എന്തായിരുന്നു? ബഹുവചനല്ല ഞാൻ പറഞ്ഞത്, റഹീസിന്റെ ഓപ്പോസിറ്റ് ആണ് പറഞ്ഞത്. റഹീസ് ചീപ്പ്, ഓപ്പോസിറ്റ് ഗാലിൻ. ഗൈൻ അലിഫ് ലാം കസ്ർ തൻവീൻ, ഗാലിൻ. ഇതിവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം ഇനി ഉടനെ വരും. റഹീസിന്റെ ഓപ്പോസിറ്റ് ഗാലിൻ. തുടർന്ന് പോകാമോ? ഒരാൾ വന്നിട്ട് നൗഫൽ, എന്താണ് നൗഫലിന്റെ മൈക്ക് കിട്ടുന്നില്ലേ? ഓക്കെ, കമീസിന്റെ ബഹുവചനം കുംസാൻ. അപ്പോൾ യൂണിറ്റ് 18, യൂണിറ്റ് 18ലേക്ക് പോവുകയാണ്. അദർസ് അൽ മുദരിസ്, ഇത് സംഭാഷണമാണ്, കോൺവെർസേഷൻ ആണ്. മുഹാദസത്ത് എന്ന് പറയും. മുഹാദസത്ത് സംഭാഷണം. ഹിവാർ എന്ന് പറയും. കം അഹൻ ലക യാ മുഹമ്മദു, കം അഹൻ ലക യാ മുഹമ്മദു. പിന്നെ നമ്മൾ കൗണ്ടിങ്ങിലേക്ക് പോവുകയാണ്. കൗണ്ടിങ്. കം അഹൻ. അപ്പൊ കം എന്ന ചോദ്യം, ആ ചോദ്യത്തിന് ശേഷം വരുന്ന വാക്ക് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. അൽ ഉണ്ടാവുകയില്ല. അവസാനം ഫതഹ തൻവീൻ ആയിരിക്കും. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോളാം. കമ്മിന് ശേഷം വരുന്നത് എന്തായിരിക്കും?
ഹല്ലില്ലാത്തതായിരിക്കും. അതേപോലെ ഏകവചനമായിരിക്കും. അവസാനം ഫത്തഹ് തൻവീനായിരിക്കും. കം അഹൻ ലക യാ മുഹമ്മദ്, കം കലമൻ ഇൻദക, എന്റെ നിന്റെ അടുക്കൽ എത്ര പേനയുണ്ട്. കം റിയാലൻ ഹാദ, ഇത് എത്ര റിയാലാണ്. കം റിയാലൻ ഇൻദക്, കം റൂബിയത്തൻ ഇൻദക്. ഓക്കെ, മറുപടി മുഹമ്മദ് ലീ അഹുൻ വാഹിദുൻ, ലീ അഹുൻ വാഹിദുൻ, എനിക്ക് ഒരു സഹോദരനാണുള്ളത്. ഓക്കെ, അപ്പൊ വാഹിദ് പറയാൻ പഠിച്ചു. വാഹിദ് ഒന്ന്. അൽ മുദർരിസ് അധ്യാപകൻ വേണ്ടി ചോദിക്കുന്നു, വ കം ഉഖ്തൻ ലക്, വ അപ്പോ ആൻഡ് എന്ന അർത്ഥത്തിലാണ്. വ കം ഉഖ്തൻ ലക്, എത്ര സഹോദരിമാരുണ്ടെന്ന് അർത്ഥം. മലയാളത്തിൽ ചോദിക്കുമ്പോൾ നമുക്ക് സഹോദരിമാർ എന്ന് പറയേണ്ടി വരും. കാരണം എത്ര മലയാളത്തിന്റെ ശൈലി അനുസരിച്ച് എത്ര സഹോദരിമാർ, എത്ര സഹോദരന്മാർ, എത്ര മക്കൾ എന്നൊക്കെയാണ് നമ്മൾ പറയാം. അപ്പൊ എത്ര മകനുണ്ടെന്ന് നമ്മൾ ചോദിക്കില്ല, എത്ര മക്കളുണ്ടെന്ന് ചോദിക്കുള്ളൂ. എത്ര സഹോദരി ഉണ്ടെന്ന് ചോദിക്കില്ല, എത്ര സഹോദരിമാർ ഉണ്ടെന്ന് ചോദിക്കില്ല. പക്ഷെ അറബിയുടെ ശൈലി അനുസരിച്ച് കം ഉഖ്തൻ, കം അഹൻ, ഇങ്ങനെയാണ് ഏകവചനത്തിലാണ് വരിക. മുഹമ്മദ് ലീ ഉഖ്താനി, ലീ ഉഖ്താനി, എനിക്ക് രണ്ട് സഹോദരിമാരും. അപ്പോ ഏകവചനത്തെ ദ്വിവചനമാക്കുമ്പോൾ എന്ത് ചെയ്യും? ബേസിക്കലി അലിഫും നൂനുമാണ് ചേർക്കുന്നത്. അലിഫും നൂനും. വലതുൻ വലദാനി, ഉഖ്തുൻ ഉഖ്താനി. ഓക്കെ, മുഹമ്മദ് പറഞ്ഞു ലീ ഉഖ്താനി, എനിക്ക് രണ്ട് സഹോദരിമാരാണുള്ളത്. അൽ മുദർരിസ് അധ്യാപകൻ വേണ്ടി ചോദിക്കുന്നു, കം അജലതൻ ലിദ്ദറാജതി യാ മുഹമ്മദ്, കം അജലതൻ, അജലത്തൻ എന്ന് പറഞ്ഞാൽ ടയർ, ചക്രം. കം അജലതൻ ലിദ്ദറാജതി യാ മുഹമ്മദ്, മുഹമ്മദേ ബൈസിക്കിളിന് എത്ര ചക്രമുണ്ട്? ദറാജത്തുൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ദറാജത്തുൻ ബൈസിക്കിൾ. ഹാമിദ് ലഹ അജലതാനി, ലഹ അജലതാനി. ഇപ്പൊ ഇവിടെ ഉഖ്തുൻ എന്ന് പറഞ്ഞപ്പോ ഓപ്പൺ തായാണ്, ഉഖ്തിന് ഓപ്പൺ തായാണ്, തുറന്ന തായാണ് ഉഖ്തിന്. അജലത്തിന് ക്ലോസ്ഡ് തായാണ്, സ്ത്രീലിംഗത്തിന്റെ തായാണ്. ഇപ്പൊ രണ്ടായിരുന്നാലും ദ്വിവചനത്തിന് എന്ത് വേണം? ഡ്യുവൽ ഫോം. ദ്വിവചനം എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ഫോം. അത് ഇംഗ്ലീഷിൽ ഡ്യുവൽ ഫോംസ് പ്രയോഗത്തിൽ ഇപ്പോഴില്ല, നേരത്തെ ഉണ്ടായിരുന്നാണ് എൻ്റെ ഓർമ്മ. അതേപോലെ മലയാളത്തിൽ പറയുമ്പോഴും രണ്ട് പേനകൾ അല്ലെങ്കിൽ രണ്ട് ചക്രങ്ങൾ എന്നേ ഉള്ളൂ, ബഹുവചനമേ ഉള്ളൂ. ദ്വിവചനത്തിന് ഫോം ഇല്ല. അതേസമയം അറബിയിൽ ദ്വിവചനത്തിന് പ്രത്യേകം ഫോമുണ്ട്. കം അജലതൻ ലിദ്ദറാജ, ലഹ അജലതാനി. ലഹ എന്ന് പറയാൻ കാരണം ദറാജത്തെ സ്ത്രീലിംഗമായതുകൊണ്ട്. അൽ മുദർരിസ് കം ഈദൻ ഫി സനതി യാ സക്കരിയ, കം ഈദൻ. അപ്പൊ ഈദുൻ എന്നതിന് എന്ത് ചെയ്തു? കം ചേർത്തപ്പോ ഈദൻ എന്നായി. കം ഈദൻ ഫി സനതി, സനത്തുൻ വർഷം, സനത്തുൻ വർഷം. ഫി സനതി വർഷത്തിൽ എത്ര ആഘോഷങ്ങളുണ്ട്, എത്ര ഈദുണ്ട്? യാ സക്കരിയ, അല്ലയോ സക്കരിയ. സക്കരിയ മറുപടി പറയുന്നു, ഫിസ്സനതി ഈദാനി, ഫിസ്സനതി ഈദാനി. അപ്പോ നേരത്തെ പറഞ്ഞത് താഴെയുള്ള വാക്കായതുകൊണ്ടാണ് വേറെ ഉദാഹരണം പറയുന്നത് കേട്ടോ. മുഖ്തൻ പറഞ്ഞപ്പോൾ ഓപ്പൺ തായായിരുന്നു, അതിന് ആനി ചേർത്ത് മുഖ്താനിയാക്കി. അജലത്തൻ പറഞ്ഞപ്പോ ക്ലോസ്ഡ് താ അഥവാ സ്ത്രീലിംഗത്തിന്റെ തായായിരുന്നു, അവിടെയും ആനി ചേർത്തു, ദ്വിവചനമാക്കി. കം ഈദൻ, ഈദ് എന്ന് പറയുമ്പോൾ അവിടെ ദാൽ അവസാനിക്കുന്നതാണ്, അതിന് ആനി ചേർത്തു, ഈദാനി. ഫിസ്സനത്തി ഈദാനി, വർഷത്തിൽ രണ്ട് ആഘോഷങ്ങളാണ് ഉള്ളത്. ഹുമാ ഈദുൽ ഫിത്രി വ ഈദുൽ അളഹ. അവ രണ്ടും ഈദുൽ ഫിത്തറും ഈദുൽ അളഹയുമാണ്. മുസ്ലിങ്ങൾക്ക് രണ്ട് ആഘോഷങ്ങളേ ഉള്ളൂ. ഒന്ന് ഫിത്തർ, നോമ്പ് മുറിക്കുന്ന പെരുന്നാളും, അതേപോലെ നോമ്പ് തീർന്നതിന് ശേഷമുള്ള പെരുന്നാളും, അതേപോലെ ഈദുൽ അളഹ ഉളഹിയ അറുക്കുന്ന പെരുന്നാളും ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ വിഷയം ഹുമ ഉപയോഗിച്ചു എന്നതാണ്. നേരത്തെ നമ്മൾ ഹുമ പഠിച്ചു കൊള്ളണമെന്നില്ല, പഠിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ ഹുവ അവൻ, ഹും അവർ, ഇതിൽ രണ്ടിനും മധ്യേ വേറൊരു പ്രോനൗൺ കൂടിയുണ്ട്, അതാണ് ഹുമ. ഇപ്പൊ കൈ ചൂണ്ടി നമ്മൾ പറയുകയാണെങ്കിൽ ഹുവ ഒരു വിരല്, ഹുമ രണ്ട് വിരല്, ഹും മൂന്ന് വിരല്. ഹുവ ഹുമ ഹും, ഹുവ ഹുമ ഹും. ഹുവ അവൻ ഒരുത്തൻ, ഹുമ അവർ രണ്ടുപേർ, ഹും
അവർ കുറെ പുരുഷന്മാർ. السنة عيدان هما عيد الفطر وعيد الأضحى. المدرس: يا إبراهيم. ألو إبراهيم، أبوك تاجر كبير. كم أبوك تاجر كبير. നിന്റെ വാപ്പ ഒരു വലിയ കച്ചവടക്കാരനാണല്ലോ. താജിറും കച്ചവടക്കാരൻ. ഇവിടെ സംഭാഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയാണ് കേട്ടോ. അതൊരു ഒരു പ്രസ്താവനയായിട്ട്. അബൂക്ക താജിറുൻ കബീറുൻ, നിന്റെ വാപ്പ വലിയൊരു കച്ചവടക്കാരനാണല്ലോ. താജിറുൻ കബീറുൻ. കം മത്ജറൻ ഇൻദഹു. അദ്ദേഹത്തിന് എത്ര കച്ചവട സ്ഥാപനങ്ങളുണ്ട്. മത്ജർ കച്ചവട സ്ഥാപനം അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന സ്ഥലം. മത്ജർ ഇതിൽ നിന്നാണ് മട്ടാഞ്ചേരി ഉണ്ടായത് കേട്ടോ. കൊച്ചിയിലെ മട്ടാഞ്ചേരി ഇല്ലേ, മട്ടാഞ്ചേരി. ആ മട്ടാഞ്ചേരി എന്ന് പറഞ്ഞാൽ മത്ജർ ആയിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 6000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് അറബി കച്ചവടക്കാർ ഇവിടെ വന്നിരുന്നു. അങ്ങനെ പേരിട്ട സ്ഥലമാണ് മത്ജർ. അങ്ങനെയാണ് അതിനെ പിന്നീട് പിൽക്കാലത്ത് മത്ജർ പറഞ്ഞ് വെള്ളക്കാരൻ വന്നപ്പോൾ കുറെ പരിഷ്കാരങ്ങൾ ഉണ്ടാക്കി സ്ഥലപ്പേരുകൾക്ക്. ആ കൂട്ടത്തിൽ പോയതാണ് മട്ടാഞ്ചേരി ആയതാണ്. കം മത്ജറൻ ഇൻദഹു. അപ്പൊ മത്ജറൻ ഏകവചനം അവസാനം തൻവീൻ, തൻവീൻ. ഇൻദഹു, അദ്ദേഹത്തിന്റെ അടുക്കൽ എത്ര കച്ചവട സ്ഥാപനങ്ങളുണ്ട്? ഇബ്രാഹിം മറുപടി പറയുന്നു, ഇൻദഹു മത്ജറാനി. ഇൻദഹു മത്ജറാനി. അപ്പൊ ഇവിടെയും ആ ദ്വിവചനമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതിന്റെ അടുക്കൽ അദ്ദേഹത്തിന് 2 സ്ഥാപനങ്ങളുണ്ട്. കബീറാനി, കബീറാനി, വലിയവയായ. അപ്പോ ദ്വിവചനത്തിന്റെ വിശേഷണം പറയുമ്പോൾ എന്ത് ചെയ്യണം? ആ വിശേഷണത്തെയും ദ്വിവചനമാക്കണം. ഇൻദഹു മത്ജറാനി, മത്ജറാനി, 2 വ്യാപാര സ്ഥാപനങ്ങളാണുള്ളത്. കബീറാനി, വലിയതായ. അത് മുദർരിസ് അധ്യാപകന്റെ അടുത്ത ചോദ്യം. കം നാഫിദത്തൻ ഫി ഗുർഫത്തിക യാ ഇസ്മായിൽ. ഇസ്മായിൽ, നിന്റെ റൂമിൽ എത്ര നാഫിദത്തുണ്ട്? നാഫിദത്ത് എന്താണ്? ഒരാൾ പറയും. വിൻഡോ. എത്ര വിൻഡോസ് ഉണ്ട് നിന്റെ റൂമിൽ? ഗുർഫത്തിക ഫി ഗുർഫത്തിക യാ ഇസ്മായിലു. ഫിഹ നാഫിദത്താനി. അവിടെയും ആനിയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ രണ്ട് വിൻഡോസ് ആണുള്ളത്. ലിമൻ ഹാദാനി ദഫ്തറാനി. നമ്മൾ നേരത്തെ ദ്വിവചനം പഠിക്കാത്തത് കൊണ്ടാണ് ഇവിടെ ദ്വിവചനം നന്നായി ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. ഫിഹ, അതിൽ, അതായത് നാഫിദത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് ഫിഹ എന്ന് പറഞ്ഞു. ഫിഹ നാഫിദത്താനി, അതിൽ 2 വിൻഡോസ് ആണുള്ളത്. ലിമൻ ഹാദാനി ദഫ്തറാനി. ഈ 2 നോട്ട്ബുക്കുകൾ ആർക്കുള്ളതാണ്? ഈ 2 നോട്ട്ബുക്കുകൾ. അപ്പോൾ ലിമൻ ഹാദാനി. നേരത്തെ നമ്മൾ ഹാദ പഠിച്ചു, ഹാദിഹിയും പഠിച്ചു. ഹാദ പഠിച്ചു, ഹാദിഹിയും പഠിച്ചു. പക്ഷെ ഇവിടെ നമ്മൾ അത് ദ്വിവചനം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഹാദ എന്നത് ഏകവചനം, അതിന്റെ ദ്വിവചനം ഹാദാനി. ലിമൻ ഹാദാനി ദഫ്തറാനി. ഈ 2 നോട്ട്ബുക്കുകൾ ആരുടേതാണ്? ഹുമാ ലീ, അവ 2ഉം എന്റേതാണ്. അലി. അൽ മുദർരിസ്: ലിമൻ ഹാത്താനിൽ മിസ്തറത്താനി. അപ്പോ ഹാദ പറഞ്ഞപ്പോ പുല്ലിംഗ ഏകവചനം, ഹാദാനി പറഞ്ഞപ്പോ പുല്ലിംഗ ദ്വിവചനം. ഹാത്താനി ആണെങ്കിൽ, ഹാദിഹി ആണെങ്കിൽ സ്ത്രീലിംഗ ഏകവചനം, ഹാത്താനി സ്ത്രീലിംഗ ദ്വിവചനം. ശബ്ദം ഉണ്ടാക്കുന്നൊരു മൈക്കോഫിയാണേ. ലിമൻ ഹാത്താനിൽ മിസ്തറത്താനി. ഈ 2 റൂളറുകൾ. റൂളർ, മിസ്തറത്തിനറിയാമല്ലോ, റൂളർ, വരയിടുന്ന, നമ്മുടെ സ്കെയിൽ എന്നൊക്കെ ചിലപ്പോൾ പറയും. ലിമൻ ഹാത്താനിൽ മിസ്തറത്താനി. ഈ റൂളറുകൾ, ഈ 2 റൂളറുകൾ ആരുടേതാണ്? ലിമൻ ഹാത്താനി. അപ്പൊ സ്ത്രീലിംഗമാണെങ്കിൽ എന്ത് ചെയ്യണം? ഹാത്താനി പറയണം. ഹുമാ ലീ. അവ 2നെയും സൂചിപ്പിക്കാൻ വേണ്ടി ഹുമ എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഓർമ്മയില്ല. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ ഒരുത്തൻ. ഹുമ അവർ 2 പേരും എന്നാണ് ഞാൻ പറഞ്ഞത്. ഹും അവർ കുറെ പുരുഷന്മാർ എന്ന് പറഞ്ഞു. അപ്പോ ആദ്യത്തേല് അവൻ ഒരുത്തൻ എന്ന് പറഞ്ഞു, ഫോക്കസ് ചെയ്ത് ഞാൻ. സ്ത്രീ, അത് പുല്ലിംഗമാണ് ഹുവ. ഹുമ എന്ന് പറഞ്ഞപ്പോൾ അത് സ്ത്രീലിംഗവുമാകാം പുല്ലിംഗവുമാകാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവർ 2 പേർ. പെണ്ണുങ്ങളൊന്നും ആണുങ്ങളൊന്നും പറഞ്ഞില്ല. ഹും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അവർ കുറെ പുരുഷന്മാർ. അപ്പൊ ഹുവ അവൻ ഒരുത്തൻ, ഹുമ അവർ 2 പേർ, ഹും അവർ കുറെ
പുരുഷന്മാർ. ഹുവയും ഹുമ്മും പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ്. ഹുമ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉള്ളതാണ്. തംബീൻ അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ എക്സർസൈസസ് തമാരീൻ എക്സർസൈസസ് അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയത്തി മുസ്തഅമിലനിൽ മുസന്ന. അപ്പോൾ മുസന്ന എന്ന ഒരു ടെക്നിക്കൽ വാക്കുകൂടി നമ്മൾ പഠിച്ചു. പക്ഷേ ഈ ടെക്നിക്കൽ വാക്കുകൾ പ്രധാനപ്പെട്ടവയല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുക. കാരണം നമ്മൾ ഈ ടെക്നിക്കൽ വാക്കിൽ കെട്ടിക്കുടിയും കിടക്കരുത്. പ്രാക്ടിക്കലി നമ്മൾ ലാംഗ്വേജ് എങ്ങനെ ഉപയോഗപ്പെടുത്താം, നിങ്ങൾ സംസാരിക്കാം, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഒരിക്കലും മ്യൂച്വലി നിങ്ങൾ ടെക്നിക്കൽ വേർഡ്സ് കോൺവെർസേറ്റ് ചെയ്യരുത്, അതിൽ സംഭാഷണത്തിൽ ഉപയോഗിക്കരുത്. അതിന്റെ മുസന്ന പറഞ്ഞു തരാമോ, അതിന്റെ മുഫ്രദ് പറഞ്ഞു തരാമോ, അങ്ങനെ പറയരുത്. അപ്പോൾ അതിന്റെ തൽക്കാലത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, മലയാളത്തിൽ തന്നെ അതിന്റെ ഏകവചനം ബഹുവചനം പ്ലൂറൽ സിംഗുലർ അങ്ങനെ പറഞ്ഞ് പഠിക്കുക. കാരണം അതൊരു പ്രയാസകരമല്ലാത്ത അതായി തീർന്നാൽ ലാംഗ്വേജ് പഠനം പ്രയാസമല്ല എന്ന് തോന്നിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ എളുപ്പമായി തീരുകയുള്ളൂ. അറബി ഭാഷയെ പോലെ ഈസി ആയിട്ടുള്ള എളുപ്പമുള്ള ലാംഗ്വേജ് നിങ്ങൾക്ക് വേറെ കണ്ടെത്താൻ പറ്റില്ല. സുആൽ റഖം 1 കം കലമൻ ഇൻദക്. കം കലമൻ ഇൻദക്. എന്ത് ചെയ്യണം? ദ്വിവചനം ഉപയോഗിക്കണം. വേഗം പറയും. ഇതിലെല്ലാത്തിലും മറുപടി എന്ത് ചെയ്യണം? എന്താണ് ചോദിച്ചത് അതിന് ദ്വിവചനം ചേർത്താൽ മതി. കം കലമൻ ഇൻദക്. ഇന്ത്യ കലമാനി. റഖം 2 കം കിതാബൻ ഇൻദക്. ഇന്ത്യ കിതാബാനി. കം സബൂറത്തൻ ഫി ഫസ്ലിക്കും. നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര ബോർഡുകളുണ്ട്? കം സബൂറത്തൻ ഫി ഫസ്ലിക്കും. ഫീഹി ഫസ്ൽ പുല്ലിംഗമാണ്. ഫീഹി ദ്വിവചനം പറയും. സബൂറത്തിന്റെ സബൂറത്താനി. 4 കം റിയാലൻ ഇൻദകൽ ആൻ യാ ലൈല. ഇൻദകി കം റിയാലൻ ഇൻദകിൽ ആൻ യാ ലൈല. ലൈല നിന്റെ അടുക്കൽ എത്ര റിയാലുണ്ട് ഇപ്പോൾ? ഇന്ദി റിയാലൈൻ. കംപ്ലീറ്റ് സെന്റൻസ് പറയണം കേട്ടോ, കംപ്ലീറ്റ് സെന്റൻസ് പറയണം. ഫുള്ളി സ്പോക്കൺ ലാംഗ്വേജ് ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. നമ്മൾ പഠിക്കുന്നത് കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കാണ്. അപ്പൊ എന്ത് ചെയ്യാം, അത് പൂർണ്ണമായി പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പഠിച്ചു എന്നുള്ളത് ഉറപ്പുവരുത്താൻ പറ്റൂ. അടുത്ത ഹംസ കം ഉഖ്തൻ ലക യാ അലിയു. ലീ ഉഖ്താനി. റഖം 6 കം അമ്മൻ ലക യാ ആമിനതു. കം അമ്മൻ ലക്കി യാ ആമിനതു. ആമിന നിനക്ക് എത്ര എളാപ്പമാരുണ്ട് അല്ലെങ്കിൽ മുത്താപ്പമാരുണ്ട്? How many uncles you have? Li Ammani. 7 Kam sadiqan laka ya Muhammadu. Li sadiqani. Kam taliban jadidan fi faslikum. നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര പുതിയ സ്റ്റുഡൻസ് ഉണ്ട്? ഫീഹി താലിബാനി ജദീദാനി. 9 കം മസ്ജിദൻ ഫീ ഖറിയത്തിക്കും യാ ജക്കരിയ. നിങ്ങളുടെ നാട്ടിൽ എത്ര പള്ളിയുണ്ട്? ഖറിയത്തുൻ എന്നാണ് പറയുന്നത്. ഫീ ഖറിയത്തിക. അപ്പോ ഫീഹ മസ്ജിദാനി. 10 കം ഫുന്ദുഖൻ ഫീ ഹാദ ശാരിയ. ഈ സ്ട്രീറ്റിൽ എത്ര ഹോട്ടലുകളുണ്ട്? ഈ ഹാദ ശാരിയ. ഹാദ എന്ന് പറയുമ്പോൾ പുല്ലിംഗം എന്ന് മനസ്സിലായി. ഫീഹി ഫുന്ദുഖാനി. 11 കം അഖൻ ലക യാ സുആദു. നിനക്ക് എത്ര സഹോദരന്മാരുണ്ട്? ലീ അഖാനി. അഖവാനി കേട്ടോ, അഖവാനി. ലീ അഖവാനി. അഖാനി അല്ല, അഖവാനി ഇപ്പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അൽ അഹു മുസന്നാഹു അഖവാനി. മുസന്നാഹു എന്നിടത്ത് 2 ഡോട്ട് ഇട്ട് മുസന്നാത്തു എന്നല്ല, മുസന്നാഹു എന്നാണ്. മുസന്നാഹു അതിന്റെ ദ്വിവചനം അഖവാനി എന്നാണ്. ഓക്കെ.
ലെറ്റ് us complete this portion. കംപ്ലീറ്റ് ചെയ്യാമല്ലോ. യഖ്റ വക്തുബ്. യഖ്റ വക്തുബ്. ഓക്കെ, ഈ ക്ലാസ് ഈ പോർഷൻ നമുക്ക് പൂർത്തീകരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. യഖ്റ വക്തുബ്, റീഡ് ആൻഡ് റൈറ്റ്. ഖാലിദ് ലഹു ഇബ്നാൻ. ഖാലിദുൻ ലഹു ഇബ്നാനി വബിൻതാനി. ഖാലിദുൻ ലഹു ഇബ്നാനി വബിൻതാനി. അവന് 2 ആൺമക്കളും 2 പെൺകുട്ടികളുമുണ്ട്. ഫി ഹാദൽ ബൈത്തി ഗുർഫത്താനി കബീറത്താനി. ഈ വീട്ടിൽ 2 വലിയ റൂമുകളുണ്ട്. സലാസ. ഫാത്തിമത്തു ലഹ തിഫ്ലാനി സഗീറാനി. ഫാത്തിമക്ക് 2 ചെറിയ കുട്ടികളുണ്ട്. ലി ഐനാനി വ ഉദ്നാനി. എനിക്ക് 2 കണ്ണുകളും 2 ചെവികളുമുണ്ട്. വയദാനി വരിജിലാനി. 2 കൈകളും 2 കാലുകളുമുണ്ട്. ഫി ഹാദൽ ഹയ്യി. ഈ ഡിസ്ട്രിക്റ്റിൽ, ഹയ്യൻ ഡിസ്ട്രിക്റ്റ്. ഫി ഹാദൽ ഹയ്യി മദ്രസത്താനി. 2 സ്കൂളുകളുണ്ട്. സലാത്തുൽ ഫജ്രി റകഅത്താനി. ഫജ്ർ നമസ്കാരം 2 റകഅത്താണ്. ലിൽ ബൈത്തി മിഫ്താഹാനി. ലിൽ ബൈത്തി മിഫ്താഹാനി. വീട്ടിന് 2 മിഫ്താഹുണ്ട്, 2 താക്കോലുകളുണ്ട്. ലിമൻ ഹാറ്റാനിൽ ബക്കറത്താനി. ഈ 2 പശുക്കൾ ആർക്കുള്ളതാണ്? ഹുമാ ലിൽ ഫല്ലാഹ്. അവ 2ഉം കർഷകനുള്ളതാണ്. ഹാദാനി തബീബാനി മിൻ ഇംഗൽത്തറ. ഈ 2 ഡോക്ടേഴ്സും ഇംഗ്ലണ്ടിൽ നിന്നുള്ളവരാണോ? അപ്പൊ ഹാദാനി തബീബാനി മിൻ ഇംഗൽത്തറ. ഹുമ മിൻ ഫറൻസ. അല്ല, ഹുമ മിൻ ഫറൻസ അല്ല, അവർ 2 പേരും ഫ്രാൻസിൽ നിന്നുള്ളവരാണ്. അഷറ. ഫി ഖറിയത്തി മസ്ജിദാനി സഗീറാനി. എൻ്റെ നാട്ടിൽ, എൻ്റെ ഗ്രാമത്തിൽ മസ്ജിദാനി സഗീറാനി, 2 ചെറിയ മസ്ജിദുകൾ ഉണ്ട്. സലാസ. യഖ്റഅൽ അംസിലത്തൽ ആതിയ. ഉദാഹരണം വായിക്കുക. സുമ്മ ദഅ ഫിൽ ഫറാഗി ഫീമാ യലി തംയീസൻ ലികം വദ്ബിത് ആഖിറഹു. അപ്പോൾ യഖ്റഅൽ അംസിലത്തൽ ആതിയ. റീഡ് ദ ഫോളോയിങ് എക്സാമ്പിൾസ്. സുമ്മ ദഅ ഫിൽ ഫറാഗി. അവിടെ എന്ത് ചെയ്യുക? ഒഴിഞ്ഞ ഭാഗത്ത് ഫില്ല് ചെയ്യുക. ഫീമാ യലി തംയീസൻ ലികം. കമ്മിന് മറുപടിയായി അവിടെ എന്ത് ചെയ്യുക? ഉചിതമായ വാക്ക് ചേർക്കുക. കം വദ്ബിത് ആഖിറഹു. ആ അവസാന വാക്ക് കൃത്യമായി പറയുക. കം ഉഖ്തൻ ലക്. ലി ഉഖ്താനി. കം ഖലമൻ ഇൻദക്. ലി ഖലമാനി. കം സയ്യാറത്തൻ ഫിൽ ജാമിഅത്തി. കം സയ്യാറത്തൻ ഫിൽ ജാമിഅത്തി. ഫീഹാ സയ്യാറത്താനി. വദ്ബിത് ആഖിറഹു. കം ഉഖ്നല്ല, ഇവിടെ ഉത്തരമല്ല പറയേണ്ടത്, ഇത് ഉദാഹരണമാണ്. സോറി, ഉദാഹരണം പറയാം. ഉദാഹരണം എന്താണ്? 3 ഉദാഹരണമാണ് കൊടുത്തിരിക്കുന്നത്. കം ഉഖ്തൻ ലക, കം ഖലമൻ ഇൻദക, കം സയ്യാറത്തൻ ഫിൽ ജാമിഅത്തി. ഇതാണ് ഉദാഹരണം. അപ്പോൾ അതേ രീതിയിൽ എന്ത് ചെയ്യണം? കമ്മിന് ശേഷമുള്ള നാമം ഫത്തഹ് തൻവീൻ കൊടുത്ത് എഴുതണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഉചിതമായ വാക്കാണ് കൊടുക്കേണ്ടത്. കം ഖലമൻ ഇൻദക്, കം കിതാബൻ, കം അമ്മൻ ലക, കം ഫി ഹാദ ശാരിഅ, കം ഫുന്ദുഖൻ ഫി ഹാദ ശാരിഅ, കം മസ്ജിദൻ ഫി ഖറിയതിക, കം താലിബൻ ഫി ഫസ്ലിക്കും, കം ഈദൻ ഫി സനതി.
കം അജലതൻ ലിദ്ദറാജതി കം നാഫിദത്തൻ ഫി ഗുർഫതിക്. ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് വേറെ ഉചിതമായ വാക്ക് വേറെയും ചേർക്കാം. 4 റഖം മിസാൽ അല തംരീൻ റഖം 4 ഹവ്വിൽ മുബ്തദ ഫി കുല്ലി മിനൽ ജുമൽ ആതിയതി ഇലാ മുസന്ന. അപ്പോൾ സെന്റൻസിന്റെ പ്രഥമ ഭാഗം ദ്വിവചനത്തിലേക്ക് മാറ്റുക. ഉദാഹരണം ഹാദ കിതാബുൻ. അപ്പോൾ പ്രഥമ വാക്ക് എന്താണ്? ഹാദ എന്നതാണ്. അതിനെന്ത് ചെയ്യണം? ഹാദാനി ആക്കണം. ഹാദാനി ആക്കിയാൽ രണ്ടാമത്തെ വാക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അതിനെ എന്ത് ചെയ്യണം? നിർബന്ധമായും മാറ്റണം. ഹാദാനി കിതാബാനി റഖം 1. ഹാദ ഖലമുൻ. ആർക്ക് പറയാം? ഹാദാനി ഖലമാനി. മാഷാ അല്ലാഹ്. ഹാദിഹി മിസ്തറത്തുൻ. ഹാത്താനി മിസ്തറത്താനി. മിസ്തറത്താനി. 3. ഹാദ താലിബുൻ. പറഞ്ഞോ. ഹാദാനി താലിബാനി. ഹാദിഹി താലിബത്തുൻ. ഹാത്താനി താലിബത്താനി. മാഷാ അല്ലാഹ്. 5. ഹാദാ الرجل مدرس. هذان الرجلان مدرسان. هذان الرجلان مدرسان. رقم 6. هذا الطالب من الهند. هذان الطالبان من الهند. 7. هذه الساعة من اليابان. ഹാത്താനി സാത്താനി മിനൽ യാബാനി. هاتان الساعتان من اليابان. رقم 8. هذه السيارة للمدير. പേര് പറഞ്ഞ ആളുടെ പേര്? നൗഫൽ. മാഷാ അല്ലാഹ്. ഇപ്പൊ സൗണ്ട് കിട്ടുന്നുണ്ടല്ലോ. എന്നാൽ കുറച്ച് ദുർബലമാണ് സൗണ്ട്. എനിക്ക് തോന്നുന്നു മൈക്ക് അടുത്ത് വെച്ച് പറയാത്തുണ്ടായി. ഹാദിഹി സയ്യാറത്തു ഹാത്താനി സയ്യാറത്താനി ലിൽ മുദീരി. 9. ലിമൻ ഹാദൽ മിഫ്താഹു. ഉത്തരം ലിമൻ ഹാദാനിൽ മിഫ്താഹാനി. ഹാദാനിൽ മിഫ്താഹാനി. റഖം 10. ലിമൻ ഹാദിഹിൽ മിൽഅഖത്തു. മിൽഅഖത്ത് സ്പൂൺ, നേരത്തെ പഠിച്ചിട്ടുണ്ട്. ലിമൻ ഹാത്താനി. ലിമൻ ഹാത്താനിൽ മിൽഅഖതാനി. ലിമൻ ഹാത്താനിൽ മിൽഅഖതാനി. തംരീൻ റഖം 5. ഇഖ്റാ അൽ കലിമാത്തിൽ ആതിയ വക്തുബ്ഹ മഅ ദബതി അവാഖിരിഹ. അപ്പോൾ ഇത് എന്ത് ചെയ്യുക? അവസാനത്തെ അക്ഷരം കൃത്യമാക്കിക്കൊണ്ട് എഴുതാനാണ്. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യാം? ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ പരിചയപ്പെടുക. അതേപോലെ ഫോൺ നമ്പർ ഉപയോഗിച്ച് വാട്സപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലാതെയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് എഴുതി കോപ്പി ചെയ്ത് വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കുക. പരസ്പരം എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യണം? ഇതിന് അവസാനത്തെ അക്ഷരം കൃത്യമായി ഉച്ചരിക്കുക എന്നാണ് പറഞ്ഞത്. നമ്മുടെ പരീക്ഷയ്ക്ക് എല്ലാ അക്ഷരങ്ങൾക്കും മലയാളം എഴുതാം. കൽബാനി, മക്തബാനി. കൽബാനി 2 നായകൾ. മക്തബാനി 2 ഡെസ്കുകൾ. കമീസാനി 2 ഷർട്ടുകൾ. അഹവാനി 2 സഹോദരന്മാർ. മിൻദീലാനി 2 കർച്ചീഫുകൾ, തൂവാലുകൾ. മിസ്തർത്താനി 2 റൂളറുകൾ. ഉഖ്താനി 2 സഹോദരിമാർ. ഇമ്രഅത്താനി 2 സ്ത്രീകൾ. അടുത്തത് സന്നിൽ കലിമാത്തിൽ ആറ്റിയ. സന്നി എന്ന് പറഞ്ഞാൽ ദ്വിവചനമാക്കുക. മേക്ക് ഇറ്റ് ഡുവൽ. അൽ കലിമാത്തിൽ ആറ്റിയ. മേക്ക് ദ ഫോളോയിങ് നൗൺസ് ടു ദ ഡ്യുവൽ ഫോം. സയ്യാറത്തുൻ. പറഞ്ഞോ. സയ്യാറത്തുൻ. സയ്യാറത്താനി. തബീബത്തുൻ. തബീബത്താനി. വലദുൻ. വലദാനി. ലുഗത്തുൻ.
الثاني സദിയഖുൻ, സദിയഖാനി, صديقان താജിറുൻ, تاجران മിൽഅഖത്തുൻ, ملقطان മുദർരിസുൻ, مدرسان ബാബുൻ, ബാബാനി, ബാബാനി. വേറെ ഒന്നുമില്ല, ഇതിലെല്ലാത്തിനും ആനി ചേർത്താൽ മതി. ഇസ്മുൻ, ഇസ്മാനി, ഹാദ, ഹാദാനി, ഹാദിഹി, ഹാത്താനി. ചെറിയ ഹാദിഹിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാം ഇതെന്ത് ചെയ്യണം? പ്രാക്ടീസ് മോർ, മെനി ടൈംസ്. ഇതെല്ലാം എന്ത് ചെയ്യുക? പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുക. സയ്യാറത്തുൻ, സയ്യാറത്താനി, കബീബത്തുൻ, കബീബത്താനി, വലദുൻ, വലദാനി, ലുഗത്തുൻ, ലുഗത്താനി, സദിയഖുൻ, സദിയഖാനി, താജിറുൻ, താജിറാനി, മിൽഅഖത്തുൻ, മിൽഅഖത്താനി, മുദർരിസുൻ, മുദർരിസാനി, ബാബുൻ, ബാബാനി, ഇസ്മുൻ, ഇസ്മാനി, ഹാദ, ഹാദാനി, ഹാദിഹി, ഹാത്താനി. അൽ കലിമാത്തുൽ ജദീദത്തു, അൽ കലിമാത്തുൽ ജദീദത്തു. അത് കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? അൽ കലിമാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർഡ്സ്. അൽ കലിമാത്ത് വേർഡ്സ്, അത് പ്ലൂറലാണ്. നമ്മുടെ തുടക്കം മുതലേ ഈ ഹെഡിങ് ഉണ്ട്. നമ്മുടെ ഒന്നാമത്തെ ലെസൺ മുതൽ അൽ കലിമാത്തുൽ ജദീദത്തു എന്ന ഹെഡിങ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? ഇത് കലിമാത്ത് പ്ലൂറൽ ആയതുകൊണ്ട്, അത് മനുഷ്യന്മാരല്ലാത്തത് കൊണ്ടും എന്ത് ചെയ്തു? അൽ ജദീദത്തു എന്ന സ്ത്രീലിംഗ ഏകവചനമാണ് അതിനെ ശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. ഓക്കെ, പുതിയ വാക്കുകൾ. ഒന്ന് കം. കം എന്താണ്? ചോദ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. എത്ര. ഈദ് ആഘോഷം, ഈദ് ആഘോഷം. അജലത്തുൻ ചക്രം, അതിന്റെ ബഹുവചനം അജലാത്തുൻ. അൽ ഹയ്യ് ഡിസ്ട്രിക്റ്റ്, അതിന്റെ ബഹുവചനം അഹ്യാ ഡിസ്ട്രിക്റ്റുകൾ. റിയാല് റിയാലാത്ത് കേട്ടോ, അത് ശ്രദ്ധിക്കണം. റിയാല് പുല്ലിംഗമായിട്ടാണ് അതിന്റെ ഏകവചനമുള്ളത്. അതിന്റെ ബഹുവചനം ആത്ത് ചേർന്നിട്ടാണ് വരിക. റിയാലൂന അല്ല കേട്ടോ. റിയാലിന്റെ ബഹുവചനം റിയാലാത്ത് എന്ന സ്ത്രീലിംഗ പദമാണ്. റക്കാത്തു, റക്കാത്ത് നമുക്കറിയാം. റക്കാത്ത് അതിന്റെ ബഹുവചനം റക്കാത്തുൻ. അവിടെ അതിൽ തുനിൽ അവസാനിക്കുന്നതെല്ലാം ആത്തും ചേർത്താൽ സ്ത്രീലിംഗ ബഹുവചനമാകും. അൽ മിസ്തറത്തു റൂളർ, അതിന്റെ ബഹുവചനം മസാത്തിറു എന്നാണ്. മസാത്തിറു, അതിൽ ഒരു തമ്മേ ഉള്ളൂ. ഓക്കെ, ഇതോടുകൂടി യൂണിറ്റ് 18 അവസാനിച്ചു. നമുക്കറിയാമല്ലോ, നമ്മൾ ഈ ടെക്സ്റ്റ് നിശ്ചയിച്ചിരിക്കുന്നത് 6 മാസമാണ്. അഥവാ 24 ക്ലാസ്സുകളാണ്. നമ്മളിപ്പോ എത്രാമത്തെ ക്ലാസ് ആണെന്നാണ് പറഞ്ഞത്? 22ാമത്തെ ക്ലാസ് ആണ്. 22ാമത്തെ ക്ലാസ് ആണ്. നമ്മൾ 22ാമത്തെ ക്ലാസ് ആണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ക്രമപ്രകാരം നാം നിശ്ചയിച്ച നിശ്ചയപ്രകാരം, നമ്മുടെ സിസ്റ്റപ്രകാരം ഇനി 2 ക്ലാസ് കൂടെ നമുക്ക് ബാക്കിയുള്ളൂ. അപ്പൊ 2 ക്ലാസ്സും പിന്നെ പരീക്ഷയുമാണ് വരേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഈ 2 ക്ലാസ് യൂണിറ്റുകൾ ഇപ്പോൾ ഒരുമിച്ചെടുത്തത്. ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ പാഠം പഠിപ്പിച്ച് തീർക്കും. ഡോണ്ട് വറി. നമ്മൾ നിങ്ങളെ നിന്ന് വാങ്ങിയിരിക്കുന്നത് 24 ക്ലാസ്സും 24 ക്ലാസ്സിന് വേണ്ടിയുള്ള വെബിനാർ എക്സ്പെൻസ് ആണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോ ഈ ക്ലാസ് മനസ്സിലാകാത്തവരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ക്ലാസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങൾ അഭിപ്രായത്തിൽ മോശമാണ്, ശരിയായില്ല എന്നൊക്കെ അറിയാം. അതല്ല, നിങ്ങൾക്ക് വാട്സപ്പിലും എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഓഫീസ് നമ്പറിലേക്ക് എന്ത് ചെയ്യുക? ഈ ക്ലാസ് സ്പീഡ് കൂടി പോയി എന്ന് അഭിപ്രായമുണ്ടെങ്കിൽ അങ്ങനെ പറയാം. നമ്മൾ ഇത്രയും കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? സ്പീഡ് കൂടെ, ഒരേ സ്പീഡിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സ്പീഡ് കൂടുതലാണെന്ന് തോന്നേണ്ടതില്ല. കഴിഞ്ഞ നമ്മുടെ ക്ലാസ് തുടങ്ങിയപ്പോൾ ഏത് സ്പീഡിലാണോ പോകുന്നത് അതേ സ്പീഡിലാണ് പോകുന്നത്. അതായത് നമ്മുടെ ലേണിംഗ് പ്രോഗ്രസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും വളരെ വേഗത്തിലാണ് നമ്മൾ പോകുന്നതെന്ന്. അങ്ങനെയല്ല, ആദ്യം പോയ അതേ വേഗത്തിൽ തന്നെയാണ് പോകുന്നത്. അത് ആ ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്തില്ലെങ്കിൽ നമുക്ക് തോന്നുക ഇത് സ്പീഡ് കൂടിപ്പോയി എന്ന് തോന്നും. കൃത്യമായി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളിൽ ഉത്തരം പറഞ്ഞവരെ പോലെ തന്നെ ഉത്തരം പറയാം. നൗഫലും പിന്നെ ആരാണ് പറഞ്ഞത്? അൻഷാദ് അല്ലേ? അൻഷാദ് അല്ലേ? അതെ അതെ. നൗഫലും അൻഷാദിന്റെ ആണ് ശബ്ദം കേട്ടത്, വേറെ ആരുടെയും ശബ്ദം കേട്ടില്ല. കുറെ പേര് ഈ ക്ലാസ്സിലുണ്ട്. അവരെല്ലാവരും എന്ത് ചെയ്യണം? പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലേണിംഗ്
നടക്കുന്നുണ്ട് എന്നത് നമുക്കറിയാൻ പറ്റുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ അറബി ഭാഷ പഠിക്കാനും അത് കൈകാര്യം ചെയ്യാനും അത് മുഖേന ഖുർആനും അവന്റെ അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കാനും ചിന്തിക്കാനും അങ്ങനെ ഇസ്ലാമിക വിജ്ഞാനീയത്തിന്റെ ഒരു വലിയ ഒരു കവാടമാണ് അറബി ഭാഷ എന്ന് പറയുന്നത്. അതിലൂടെ കടന്നുപോയാൽ മാത്രമല്ല നമുക്ക് ഇന്റർനെറ്റിൽ ലഭ്യമാകുന്ന കൂടുതൽ സൗജന്യ ഡോക്യുമെന്റുകൾ നമുക്ക് ലഭ്യമാകുന്ന അറബി ഭാഷയിലാണ്. പല വിജ്ഞാനങ്ങളുടെ ഒരുപാട് മേഖലകളുണ്ട്. ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ ഒരുപാട് മേഖലകളുണ്ട്. ഖുർആന്റെ തന്നെ ഒരുപാട് വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭ്യമാണ്. സൗജന്യമായി തന്നെ അത് വായിക്കാം. അതേപോലെ ഹദീസ് വ്യാഖ്യാനങ്ങൾ ലഭ്യമാണ്, സൗജന്യമായി തന്നെ ലഭ്യമാണ്. അതേപോലെ പല വിഷയങ്ങൾ, കർമ്മശാസ്ത്രം, വിശ്വാസം, അത് ചരിത്രം, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഏത് വിഷയത്തിൽ നോക്കിയാലും നമുക്കതിൽ ധാരാളം ഡോക്യുമെന്റുകൾ സൗജന്യമായ PDF ഡോക്യുമെന്റായും അല്ലാതെയും ടെക്സ്റ്റ് ഡോക്യുമെന്റായും പുരാതന ഗ്രന്ഥങ്ങളും ആധുനിക ഗ്രന്ഥങ്ങളും അതിലുള്ള ചർച്ചകളും ഒക്കെ നമുക്ക് ലഭ്യമാകുന്ന ഒരു വലിയ ഭാഷയാണ്, വിശാലമായ ഒരു ഭാഷയാണ് അറബി ഭാഷ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നന്നായി പഠിക്കാനും അത് പ്രയോഗവൽക്കരിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സെഷൻ ക്ലോസ് ചെയ്യാണ്. ക്ലാസ്സിൽ സജീവമായി പങ്കെടുത്ത അല്ലെങ്കിൽ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും അഗീതവുമായ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇടയ്ക്ക് വീഡിയോയിൽ ചെറിയ തടസ്സമുണ്ടായെങ്കിലും കാര്യമായ കുഴപ്പമില്ലാതെ ക്ലാസ് നടന്നതിൽ അള്ളാഹുവിന് ശുക്രും ഹംദും രേഖപ്പെടുത്തുന്നു.